കടലിന് പിന്നിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ശാന്തമാകും. അതിവേഗമെത്തുന്ന കൊടുങ്കാറ്റുപോലും അമർന്നു പോകുന്ന ശബ്ദം. കൊടുമ്പാവിയായ മനുജനു വേണ്ടി പറുദീസ തുറന്നതാം ശബ്ദം. കാൽവരിയിൽ നിന്നും മുഴങ്ങിയ മൊഴികളായി സ്നേഹസ്വരൂപന്റെ ശബ്ദം. ദേശമെങ്ങും സ്നേഹവും ശാന്തിയും ഏകുന്ന നാഥന്റെ നാദം. ലോകമെങ്ങും മാനവരക്ഷയ്ക്ക് മുഴങ്ങിയ കാൽവരിനാദം. കാൽവരിനാദം, കാൽവരിനാദം. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കാൽവരിനാദം മിനിസ്ട്രിയുടെ പാടിസ്തുതിക്കാമെന്ന പ്രോഗ്രാമിന്റെ 137ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. കർത്താവിന്റെ കൃപയാൽ വീണ്ടും കർത്താവിന്റെ സന്നിധിയിൽ ഈ ഓൺലൈൻ മാധ്യമത്തിലൂടെ ദൈവത്തെ പാടിസ്തുതിക്കുവാനും അനുഗ്രഹീതമായ അനുഭവ ജീവിതങ്ങളും അതുപോലെ മെസ്സേജും സന്ദേശവും കേട്ട ദൈവത്തെ സ്തുതിപ്പാൻ വീണ്ടും കർത്താവ് നമുക്ക് നൽകി തന്ന അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇന്ന് നാം കേൾക്കാൻ പോകുന്ന ഗാനങ്ങളും സാക്ഷ്യവും ദൈവിക സന്ദേശവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, അനേകർക്ക് അത് അനുഗ്രഹമായി തീരുവാൻ ഇടയാകണം എന്ന് നമുക്കോരോരുത്തർക്കും പ്രാർത്ഥിക്കാം. മാത്രമല്ല, കാലാവസ്ഥയും ശബ്ദവും വെളിച്ചവും ഇന്റർനെറ്റുമെല്ലാം നമുക്ക് അനുകൂലമാകണം. നാം എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കാം. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗ്ഗ പിതാവേ, അങ്ങയുടെ കൃപയാൽ ഞങ്ങൾക്ക് വീണ്ടും കർത്താവിന്റെ സന്നിധിയിൽ വന്ന് ഈ മീറ്റിംഗ് നടത്തുവാൻ ദൈവം കൃപ തന്നതിനായിട്ട് നാഥ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങളുടെ പ്രോഗ്രാം എത്രത്തോളം അനുഗ്രഹമായി എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനേക ജീവിതങ്ങളിൽ അത് അനുഗ്രഹമായി തീർന്നു എന്നറിഞ്ഞ് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അനേകരോട് കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അതിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ ശബ്ദം അനേകര് കേൾക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ ഗാനങ്ങൾ വളരെ അനുഗ്രഹമായി തന്നെ അത് ആലപിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തണമേ. പ്രത്യേകിച്ചും ജെയിംസ് ഡാനിയേൽ അച്ഛനാട് സ്തോത്രം. കർത്താവ് അതിന്റെ ജീവിതാനുഭവങ്ങളിലൂടെ കർത്താവിന്റെ വിലയേറിയ വചനം ഇന്ന് രാത്രി ഞങ്ങൾ കേൾപ്പിക്കുവാൻ ദൈവം പ്രസാദിക്കണം. പ്രാർത്ഥനയോടെ ഞങ്ങളായിരിക്കട്ടെ. ഇന്റർനെറ്റും ശബ്ദവും വെളിച്ചവും കാലാവസ്ഥയെല്ലാം ഞങ്ങൾക്ക് അനുകൂലമാകണം. അനേകരെ മീറ്റിംഗിൽ പങ്കെടുക്കുവാനിടയാകണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഓർപ്പിച്ചു, 137ാമത്തെ എപ്പിസോഡാണ് ഇന്ന് രാത്രിയിൽ നാം പങ്കെടുക്കുന്നത്. 136 എപ്പിസോഡുകളും ദൈവം വളരെ നമ്മെ അനുഗ്രഹിച്ചു. ഞാൻ അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ 2 ഗാനങ്ങൾ ആലപിക്കുന്നത് കർത്താവിന്റെ ദാസൻ ബ്രദർ ജെയിംസ് കൊടുന്തറ അവറുകളാണ്. പ്രിയദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് പിന്നിൽ പ്രിയ ബിന്നിശാനുണ്ട്, തന്റെ സ്റ്റുഡിയോ ഉണ്ട്. അവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വളരെ അനുഗ്രഹീതമായ ഗാനങ്ങൾ കേട്ട് ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവ് ദുബായിലായിരുന്നുകൊണ്ട് ജോലിയോടുള്ള ബന്ധത്തിലും സഭയോടുള്ള ബന്ധത്തിലും നിസ്വാർത്ഥമായ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്ന വലിയ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന കർത്താവിന്റെ ദാസൻ ബ്രദർ ജെയിംസ് ഡാനിയേൽ ദുബായ്, പ്രിയദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ജെയിംസ് ഡാനിയേൽ ദുബായ് ബ്രദറിനെയും ജെയിംസ് കൊടുന്തറാച്ചാനെയും പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തിൽ മിനിസ്ട്രിയുടെ പേരിൽ എല്ലാ സ്നേഹത്തോടും ബഹുമാനത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പ്രിയ ജെയിംസ് കൊടുന്തറാച്ചാനെ ക്ഷണിക്കുന്നു. 2 അനുഗ്രഹീതമായ ഗാനങ്ങൾ കേട്ട് നമുക്ക് മടങ്ങി വരാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനായിട്ട് പ്രിയ ജെയിംസാനെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം കാൽവരി നാദം മിനിസ്ട്രിയുടെ പാടിസ്തുതിക്കാം എന്ന ഈ പ്ലാറ്റ്ഫോമിൽ എളിയവന് ഒരു പ്രാവശ്യം കൂടെ ആയിരിക്കാനായിട്ട് കർത്താവ് ഒരു സാവകാശം നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ഇതിനായിട്ട് ക്ഷണിച്ച എൻ സന്തോഷ് കൊട്ടാരക്കര, അതുപോലെ ഇതിൻ്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന പ്രിയ റോയിച്ചാൻ, ഇവരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അവരോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ആദ്യത്തെ ഗാനത്തിന് മുമ്പായിട്ട് ഒരു വാക്ക് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന പ്രിയ ജെയിംസ് ചാൻ, ഞങ്ങളിപ്പോൾ ഓർത്തതുപോലെ 2 ജെയിംസ്മാർ ഒന്നിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. എൻ്റെ ചെറുപ്പത്തിൽ എന്ന് പറയുവാനൊക്കത്തില്ല, ചില വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പിതാവുമായിട്ട്
ഞാൻ ചെന്നൈയിലേക്ക് ഹോസ്പിറ്റൽ കടന്നു പോയപ്പോഴാണ് ഈ പ്രിയ ദാസനെ കാണുവാനും പരിചയപ്പെടുവാനുമായിട്ട് കർത്താവ് സഹായിച്ചത്, എൻ്റെ ഒരു സുഹൃത്തായിട്ട്. അതിനുശേഷം അദ്ദേഹം പിന്നീട് ദുബായിൽ കടന്നു വന്ന് അങ്ങനെ ഞങ്ങൾക്ക് ഒരുമിച്ച് പല ആത്മീയ ശുശ്രൂഷകളിലും പങ്കെടുക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചു. അതിലും ഉപരിയായിട്ടുള്ള ഞങ്ങളുടെ ഒരു ബന്ധമെന്ന് പറയുന്നത്, കുമ്പനാട് സഭയിലെ എനിക്കൊരു ആത്മീയ പിതാവുണ്ടായിരുന്നു. പല ബ്രദറുകാരായിട്ടുള്ള പലർക്കും സുപരിചിതനായിട്ടുള്ള വണ്ടകത്തിൽ PJ എബ്രഹാം അപ്പച്ചൻ. ആ അപ്പച്ചൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ് ഈ പ്രിയ ജെയിംസ് ചാൻ. എന്നെ ആത്മീയമായിട്ട് വളരെ ഇൻഫ്ലുവൻസ് ചെയ്ത, എന്നെ ആത്മീയ ജീവിതത്തിൽ ബലപ്പെടുത്തിയ ഒരു പിതാവാണ്, കുമ്പനാട് സഭയിലെ ഒരു പിതാവാണ് പ്രിയ വണ്ടകത്തിലെ എബ്രഹാം സാറ്, അല്ലെങ്കിൽ അവറാച്ചായൻ എന്ന് അറിയപ്പെടുന്ന പ്രിയ പിതാവ്. അതിനുശേഷം ഞാൻ ദുബായിലേക്ക് കടന്നുപോയി. അവിടെ അദ്ദേഹത്തിൻ്റെ 2 മക്കളുണ്ടായിരുന്നു. ഇന്ന് കർത്തർ സന്നിധിയിൽ വിശ്രമിക്കുന്ന ഈശോ എബ്രഹാം അവർകളും അദ്ദേഹത്തിൻ്റെ അനുജൻ വർഗീസ് എബ്രഹാം, അല്ലെങ്കിൽ വണ്ടകത്തിലെ ജോയിച്ചാനും വണ്ടകത്തിലെ അനിയച്ചാനും. ആ കുടുംബവുമായിട്ടുള്ളൊരു ബന്ധം ഈ പ്രിയപ്പെട്ടവനുമായിട്ട് കൂടുതൽ അടുക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചു. ആ പ്രിയപ്പെട്ടവർ എനിക്ക് ആത്മീയമായിട്ട് വളരെ കൈത്താങ്ങുകൾ തന്നു എന്നുള്ളത് വളരെ അഭിമാനത്തോടുകൂടി അഹങ്കാരത്തോടുകൂടി പറയുവാനായിട്ട് ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. അപ്രകാരം ഒരു നല്ല അനുഗ്രഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇന്നായിരിക്കാനായിട്ട് കർത്താവ് സഹായിച്ചതോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. സംഭവബഹുലമായിട്ടുള്ള ഒരു പകൽക്കാലം നമ്മളെ വിട്ട് കടന്നു പോകുന്നു. നാം ഇന്ന് ഈ സന്ധ്യാസമയത്തേക്കായിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് എത്രയോ നല്ലവനായിരുന്നു, വല്ലഭനായിരുന്നു എന്നൊന്ന് തിരിഞ്ഞു നോക്കി നന്ദി കരയേറ്റുവാനായിട്ട് നമുക്ക് കഴിയേണ്ടതാണ്. അതിലുപരിയായിട്ട് നമുക്ക് സ്വർഗത്തിന് നമ്മളെ സ്വർഗത്തിന് അവകാശികളാക്കി തീർത്ത ആ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ആ ആരാധ്യനായ കർത്താവിനെ സ്തോത്രമർപ്പിക്കുവാനായിട്ട്, ആ വാഴ്ത്തി സ്തുതിക്കുവാനായിട്ട് ഒരു സന്ദർഭം ഈ ഭൂമിയിൽ ലഭിക്കുക എന്നുള്ളതും വളരെ സന്തോഷമുള്ള കാര്യമാണ്. നിത്യമായ സ്നേഹത്താൽ അവൻ നമ്മളെ സ്നേഹിച്ചു. അവൻ്റെ തിരുനിണം ചങ്കിലെ അവസാനത്തുള്ളി രക്തം വരെയും നമ്മൾക്ക് നൽകി തന്ന് നമ്മളെ സ്വർഗത്തിന് അവകാശികളാക്കി തീർത്ത ആ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന്, കർത്താവേ, ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയ്ക്ക് സ്തോത്രം അർപ്പിക്കുന്നു. അതിനൊക്കെയും യോഗ്യനായിട്ടുള്ളത് ഒരുവൻ മാത്രം, അത് അങ്ങ് മാത്രമാണ്. ആ കർത്താവിനെ സ്തുതിക്കുന്ന, ആ സ്നേഹത്തെ പ്രകീർത്തിക്കുന്ന ഒരു ആരാധനഗാനം, ഒരു സ്തോത്രഗാനം പാടി ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാമേശുവേ, സ്തോത്രഗാനം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. സ്തോത്രഗാനം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. നിത്യമാ
സ്നേഹിച്ചെന്നെ തിരുനീണത്താൽ വീണ്ടെടുത്തു. ഉയിർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനെ. ഉയിർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനെ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. സൗഖ്യദായകൻ എന്നേശു, അടിപ്പിണരാൽ സൗഖ്യം നൽകി. ആശ്രയം നീ എൻ്റെ നാഥ, എത്ര മാധുര്യം ജീവിതത്തിൽ. ആശ്രയം നീ എൻ്റെ നാഥ, എത്ര മാധുര്യം ജീവിതത്തിൽ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. ഒരു ക്രിസ്തുഭക്തന്റെ ഏറ്റവും വലിയ സന്തോഷം അല്ലെങ്കിൽ ആനന്ദം എന്ന് പറയുന്നത് ആ വ്യക്തി കർത്താവിനെ അറിഞ്ഞു അല്ലെങ്കിൽ കർത്താവിൻ്റെ കാൽപാദങ്ങളെ പിൻപറ്റി ജീവിക്കുക എന്നുള്ളതാണ്. കാൽവറിനാഥത്തിൻ്റെ ഈ പാടി സ്തുതിക്കാം എന്നുള്ള ഈ പ്രോഗ്രാമിൽ അനേക ദൈവദാസന്മാർ വന്ന് അവരുടെ സാക്ഷ്യങ്ങൾ പറയുകയുണ്ടായി, അവരുടെ ജീവിതാനുഭവങ്ങൾ പറയുകയുണ്ടായി. അതിലൊക്കെയും എളിയവനായ എനിക്കും ഗാനങ്ങൾ ആലപിപ്പാനായിട്ട് കർത്താവ് സഹായിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെയും വാക്കുകളിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുള്ളത്, ഞാൻ കേട്ടിട്ടുള്ളത്, ഞാൻ പാപത്തിൻ്റെ വഴികളിൽ കൂടെ ജീവിച്ചു, ഞാൻ തകർന്നു പോകാവുന്ന അവസ്ഥയിലായിരുന്നു. എന്നാൽ ഞാൻ ആ കർത്താവിൻ്റെ പാദത്തിൽ ഞാൻ ആശ്രയിച്ചപ്പോൾ, ആ കർത്താവിൻ്റെ പാദങ്ങളെ ഞാൻ പിൻപറ്റിയപ്പോൾ അതിലധികമായിട്ട് എനിക്ക് സന്തോഷിപ്പാനായിട്ടൊന്നുമില്ല, അതിൽ ഞാൻ ഭാഗ്യവാനാണ് എന്നുള്ളത് കേട്ടിട്ടുണ്ട്. ഇന്ന് നിത്യയിൽ വിശ്രമിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പ്രിയ പിതാവ് TK ശമൂവേൽ സാറിനാൽ എഴുതപ്പെട്ട ഒരു ഗാനമുണ്ട്. ക്രിസ്തയേശുനാഥൻ്റെ പാദങ്ങൾ പിന്തുടരും നാം എന്തു ഭാഗ്യമുള്ളോർ. നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷകളൊക്കെയും നീക്കി ഭാവിക്ക് പ്രത്യാശ നൽകി തന്ന ആ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് നമ്മുടെ സർവ്വഭാരങ്ങളും നാൾതോറും വെച്ചുകൊള്ളുവാൻ നമ്മൾക്ക് സാധിക്കുന്നുവെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. ആ ഗാനത്തിൻ്റെ രണ്ടടികൾ പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ക്രിസ്തയേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരും
നാം എന്തു ഭാഗ്യമുള്ളോ, പ്രിയരേ നാം എന്തു ഭാഗ്യമുള്ളോ. നാഥന്റെ കാൽ ചുവടു നാൾ തോറും പിന്തുടരാം, മാതൃകയായി താൻ, നല്ല മാതൃകയായി താൻ. നാഥന്റെ കാൽ ചുവടു നാൾ തോറും പിന്തുടരാൻ, മാതൃകയായി താൻ, നല്ല മാതൃകയായി താൻ. ക്രിസ്തേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാം എന്തു ഭാഗ്യമുള്ളോ, പ്രിയരേ നാം എന്തു ഭാഗ്യമുള്ളോ. പാപത്തിൻ ശിക്ഷ നീക്കി ഭാവി പ്രത്യാശ നൽകി, ഭാരങ്ങൾ നാൾ തോറും, സർവഭാരങ്ങൾ നാൾ തോറും തന്മേൽ വഹിച്ചുകൊണ്ടു ചെമ്മേ നടത്തിടുന്ന ആനന്ദമാനന്ദം, പരമാനന്ദമാനന്ദം. തന്മേൽ വഹിച്ചുകൊണ്ടു ചെമ്മേ നടത്തിടുന്ന ആനന്ദമാനന്ദം, പരമാനന്ദമാനന്ദം. ക്രിസ്തേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാം എന്തു ഭാഗ്യമുള്ളോ, പ്രിയരേ നാം എന്തു ഭാഗ്യമുള്ളോ. പറഞ്ഞു തന്നും ശക്തി പകർന്നു തന്നും മുൻപിൽ നടക്കുന്നു, അവൻ മുൻപിൽ നടക്കുന്നു. തന്നാദം കേട്ടുകൊണ്ടു പിൻപേ ഗമിച്ചിടുന്ന ആനന്ദമാനന്ദം, പരമാനന്ദമാനന്ദം. തന്നാദം കേട്ടുകൊണ്ടു പിൻപേ ഗമിച്ചിടുന്ന ആനന്ദമാനന്ദം, പരമാനന്ദമാനന്ദം. ക്രിസ്തേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാം എന്തു ഭാഗ്യമുള്ളോ, പ്രിയരേ നാം എന്തു ഭാഗ്യമുള്ളോ. ലോകത്തിലാശ്രയിച്ചും ഭോഗത്തിലാശ വച്ചും പോകുന്നവരെല്ലാം, ഇന്നു പോകുന്നവരെല്ലാം വേഗുന്ന തീക്കടലിലാകുന്ന നേരമതിൽ ആനന്ദമാനന്ദം, നമ്മൾക്കാനന്ദമാനന്ദം. വേഗുന്ന തീക്കടലിലാകുന്ന നേരമതിൽ ആനന്ദമാനന്ദം, നമ്മൾക്കാനന്ദമാനന്ദം. ക്രിസ്തേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാം എന്തു ഭാഗ്യമുള്ളോ, പ്രിയരേ നാം എന്തു ഭാഗ്യമുള്ളോ. താങ്ക് യു. താങ്ക് യു ജെയിംസ്. വളരെ അനുഗ്രഹീതമായ, ഹൃദയസ്പൃക്കായ രണ്ട് അനുഗ്രഹീതമായ ഗാനങ്ങൾ കേട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ ഇടയായി തീർന്നല്ലോ. കർത്താവിന്റെ ദാസന് പാടിയതുപോലെ നാം എത്ര ഭാഗ്യമുള്ളവരാണ് ഈ ലോകത്തിൽ. കർത്താവ് ശിഷ്യന്മാരോട് കൂടെ ഉണ്ടായിരുന്നിട്ടും അവരുടെ യാത്രയിൽ പല പ്രതിസന്ധികളും നേരിട്ടു. എന്നാൽ അവര് ഭയപ്പെട്ടു പെട്ടെന്ന്. പക്ഷെ കർത്താവ് അവരെ ശാന്തരാക്കി. ആ പ്രതിസന്ധികളെല്ലാം കർത്താവ് മാറ്റി. നമ്മുടെ ജീവിതത്തിലും കർത്താവ് കൂടെയുണ്ട്. ആ ധൈര്യവും ആ ഉറപ്പും നമുക്ക് വിജയം തരും. ആ വിജയം നമുക്ക് തന്നെ ആയിരിക്കും.
നാം എത്ര ഭാഗ്യമുള്ളവരാണ്. ആ ഭാഗ്യാവസ്ഥയുടെ മഹത്വം കണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ജെയിംഷാന് വളരെ നന്ദി അറിയിക്കുന്നു. കർത്താവ് കൂടുതൽ കർത്താവിന് വേണ്ടി പാടുവാൻ, പ്രവർത്തിപ്പാൻ ദൈവം ശക്തി നൽകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ ദാസൻ ജെയിംസ് ഡാനിയൽ, പ്രിയ കർത്താവിന്റെ ദാസന്റെ മകൻ ജുവാൻ ജെയിംസിലൂടെയാണ് പ്രിയദാസനെ അറിയുവാനും പരിചയപ്പെടുവാനും ഒക്കെ ഇടയായത്. ചില നാളുകളായി കർത്താവിന്റെ ദാസന്റെ മകൻ ജുവാൻ ജെയിംസ് നമ്മുടെ പ്രോഗ്രാമിൽ കടന്നു വന്ന് അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിപ്പാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഇപ്പോൾ തനിക്ക് ശാരീരികമായ ചില പ്രയാസങ്ങളാൽ കഴിയുന്നുവെങ്കിലും പ്രിയദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിച്ചു. ദുബായിൽ വളരെ വിശ്വസ്തയോടെ കർത്താവിന്റെ ശുശ്രൂഷയിലും ജോലിയോടുള്ള ബന്ധത്തിലുമായിരിക്കുന്നു. ഇന്ന് കർത്താവിന്റെ ദാസനെ നമുക്ക് ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ടും സാക്ഷ്യത്തിനായിട്ട് ലഭിക്കുകയുണ്ടായി. ഞാനതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ 8:35 വരെയുള്ള സമയം കർത്താവിന്റെ ദാസന് വചനം സംസാരിപ്പാനും സാക്ഷ്യം പറയാനുള്ള അവസരമായിട്ട് നൽകുന്നു. എല്ലാ ബഹുമാനത്തോടും കൂടെ കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. താങ്ക് യു സന്തോഷ് ബ്രദർ. ഈ രീതിയിൽ ഒരുമിച്ചായിരിക്കാനായിട്ട് ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് പ്രത്യേക സ്തോത്രം ചെയ്യുകയാണ്. ചില നാളുകളായി പലപ്പോഴും പ്രിയ സന്തോഷ് സഹോദരന രീതിയിൽ ഒരവസരം പലപ്പോഴും സൗകര്യത്തിൻ്റെ പരിമിതികൾ ഉണ്ടായിരുന്നത് കൊണ്ട് ആ രീതിയിൽ പലപ്പോഴും ആവശ്യപ്പെട്ടെങ്കിലും ജോയിൻ ചെയ്യുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് ഇത്തരത്തിൽ ദൈവം ഒരു സാവകാശം ഒരുക്കി അതോർത്ത് പ്രത്യേക ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവൻ ഓർപ്പിച്ചതുപോലെ ഞങ്ങളുടെ ഇളയ മകൻ ജുവാൻ പലപ്പോഴും കാൽവരിനാഥൻ മിനിസ്ട്രിയിൽ ഗാനങ്ങൾ ആലപിക്കുവാനായിട്ട് സാവകാശം ലഭിക്കുകയും അത്തരത്തിൽ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാനുള്ള സന്ദർഭങ്ങൾ പ്രിയപ്പെട്ടവർ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അതോർത്ത് പ്രത്യേക പ്രിയപ്പെട്ടവരോട് നന്ദി അറിയിക്കുന്നു. വരും നാളുകളിലും ആവശ്യമായ ദൈവകൃപ പ്രിയപ്പെട്ടവൻ്റെ മേൽ ചൊരിയേണ്ടതിന് നമുക്ക് തീർച്ചയായും ദൈവസന്നിധിയിൽ ഈ മിനിസ്ട്രിയെ ഓർത്ത് പ്രത്യേക പ്രാർത്ഥിക്കണം. പ്രിയ റോയിച്ചാനും അതുപോലെ സന്തോഷ് ബ്രദറും ഈ രീതിയിൽ നാളുകളായി ചെയ്യുന്ന ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവൻ ഓർപ്പിച്ചതുപോലെ ജുവാന് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചെറിയ സർജറി ആവശ്യമായിരുന്നു. മൂക്കിൻ്റെ ഒരു ചെറിയ സർജറി. അത് കഴിഞ്ഞ് ഇപ്പോൾ വിശ്രമിക്കുകയാണ്. വേഗത്തിൽ സുഖം പ്രാപിച്ച് പൂർണ്ണ ആരോഗ്യത്തോടെ വീണ്ടും ആയിരിക്കാനായിട്ട് പ്രിയപ്പെട്ടവനെ നിങ്ങൾ പ്രത്യേക പ്രാർത്ഥനയിൽ ഓർക്കണം. അതുപോലെ ദൈവനാമ മഹത്വത്തിനായിട്ട് യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ കുഞ്ഞുങ്ങൾ ദൈവമാർഗത്തിലായിരിക്കുന്നു, ദൈവകൃപയിലായിരിക്കുന്നു, അല്ലെങ്കിൽ ദൈവമാർഗത്തിൽ ദൈവ വഴിയിൽ നടക്കുന്നു എന്നതിലുപരിയായി മാതാപിതാക്കൾക്ക് സന്തോഷത്തിന് മറ്റൊരു കാര്യമില്ലല്ലോ. ആ രീതിയിൽ ആവശ്യമായ ദൈവകൃപ തുടർന്നും കുഞ്ഞുങ്ങളുടെ മേലായിരിക്കേണ്ടതിന് നിങ്ങൾ പ്രത്യേക പൈതലിനെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേക അപേക്ഷിക്കുകയാണ്. ഈ രീതിയിൽ വളരെ പ്രഗത്ഭരായ സഹോദരന്മാർ പലരും വന്ന് തങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുകയും ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ നാളുകളിൽ തീർച്ചയായും നമുക്ക് കാണുവാനും ആ രീതിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയായിട്ടുണ്ട്. ആ സ്ഥലത്തേക്ക് എളിയവനായ എന്നെയും ക്ഷണിച്ചതോർത്ത് പ്രത്യേക ദൈവത്തിന് സ്തോത്രം ചെയ്യും. പ്രിയപ്പെട്ടവരുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ പ്രിയ ജെയിംസ് സഹോദരൻ ഓർപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് ഇരുവർക്കും ഒരുമിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ ഒരു ദിവസമായിരിക്കാൻ ദൈവം ഒരു സാവകാശം ഒരുക്കി. അനേക നാളുകളായുള്ള ആത്മീയമായ ബന്ധം തീർച്ചയായും ഞങ്ങൾ തമ്മിൽ ഉണ്ട്. പ്രിയപ്പെട്ടവന് അതിൻ്റെ പശ്ചാത്തലമൊക്കെ വിവരിക്കുകയുണ്ടായി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് ഒരു 89-ലാണ് പ്രിയപ്പെട്ടവൻ്റെ പിതാവുമായിട്ട് ഒരു ഹാർട്ട് സർജറിക്കായിട്ട് ചെന്നൈയിലേക്ക് കടന്നു വരുന്നത്. ആ നാളുകൾ മുതൽ വളരെ വ്യക്തിപരമായ വളരെ അടുത്ത ഇഴയെടുപ്പമുള്ള ഒരു ബന്ധം നിലനിർത്തുവാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ കുമ്മനാടിൻ്റെയൊക്കെ പശ്ചാത്തലം അതിൻ്റെ പുറകിലുണ്ട്. എങ്കിലും UAE-യിലേക്ക് അതിനുശേഷം ചില നാൾക്ക് ശേഷം കടന്നു വന്നു. ഏതാണ്ട് കഴിഞ്ഞ ഒരു 35 വർഷക്കാലം ആ രീതിയിൽ വളരെ ഇഴയെടുപ്പമുള്ള ഒരു ബന്ധം നിലനിർത്തുവാനായിട്ട് ദൈവം സാവകാശം ഒരുക്കി. ഞങ്ങൾ ദുബൈയിലേക്ക് കടന്നു വന്നപ്പോൾ പ്രിയപ്പെട്ടവൻ്റെ പിതാവ് പ്രിയ KC ചെറിയാൻ, ഞങ്ങൾ പാപ്പച്ചാൻ എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന പ്രിയ ചെറിയാച്ചാൻ ഈ ദുബൈയിൽ ക്രിസ്ത്യൻ അസംബ്ലിയോടുള്ള ബന്ധത്തിൽ കൂട്ടായ്മയിലായിരുന്നു. ആ രീതിയിൽ അന്ന് മുതൽ വളരെ അടുത്ത ഒരു ബന്ധം ആ രീതിയിലും പുലർത്തുവാനായിട്ട് ദൈവം സാവകാശം ഒരുക്കി. പ്രിയപ്പെട്ടവൻ ഇപ്പോൾ നാട്ടിലായിരിക്കുന്നുവെങ്കിലും പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള ആത്മീക ശുശ്രൂഷകളിൽ ഒരുമിച്ച് പങ്കെടുക്കുവാനും അല്ലെങ്കിൽ കണ്ടുമുട്ടുവാനും വിധങ്ങളായ നിലകളിൽ ആ ബന്ധം നിലനിർത്തുവാനും ദൈവം ഇടയാക്കി. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. പ്രത്യേക പ്രിയപ്പെട്ടവനും ചെയ്യുന്ന ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ സുദീർഘമായ കാര്യങ്ങൾ നമുക്ക് പറയുവാനായിട്ട് കഴിയും. എന്നാൽ സമയത്തിൻ്റെ ചുരുക്കം മൂലം ഞാനത് വളരെ ചുരുക്കമായിട്ട് എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്.
എൻ്റെ സ്വന്തം സ്ഥലം അല്ലെങ്കിൽ ജന്മദേശം കേരളത്തിൽ കലഞ്ഞൂർ എന്നുള്ള ഒരു ഗ്രാമപ്രദേശമാണ്. കൊല്ലം ജില്ലയുടെയും പത്തനംതിട്ട ജില്ലയുടെയും ഏതാണ്ട് അതിർത്തി പ്രദേശത്തുള്ള പത്തനാപുരത്തിനടുത്തുള്ള കലഞ്ഞൂർ. ഒരുപക്ഷെ വേർപെട്ട ദൈവജനം കലഞ്ഞൂർ ബ്രദറൻ സഭയെക്കുറിച്ച് ഒരു പരിധിവരെ കേട്ടിട്ടുണ്ടാകും. അനേക വർഷങ്ങളായി ആ പ്രദേശത്ത് ഒരു ദൈവനാമമഹത്വത്തിനായിട്ടൊരു സഭയുടെ സാക്ഷ്യം നിലനിർത്തുവാനായിട്ട് വലിയവനായ ദൈവത്തിന് ആ രീതിയിൽ ഹിതമായി ആ സഭയിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. ഞങ്ങളുടെ പൂർവ്വതലമുറ ചില തലമുറകളായിട്ട് ആ പ്രദേശത്ത് ആയിരിക്കുകയും ആ രീതിയിൽ ആ സഭയോടുള്ള കൂട്ടായ്മയുടെ ബന്ധത്തിൽ മുൻപോട്ട് പോവുകയും ചെയ്യുകയാണ്. അത്തരത്തിൽ ഒരു ദൈവിക പശ്ചാത്തലത്തിൽ ജനിച്ചു വളരുവാനുള്ള ഒരു ഭാഗ്യം ദൈവം എനിക്ക് ഒരുക്കി എന്നുള്ളതാണ് അതിൻ്റെ രത്ന ചുരുക്കം. മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ വളരുവാനും ആ രീതിയിൽ സഭയോടുള്ള ബന്ധത്തിൽ വളർത്തപ്പെടുവാനും ഒക്കെയുള്ള സാവകാശം ലഭിച്ചു. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ സൺഡേ സ്കൂളിനോടിലും ആ രീതിയിലുള്ള ബന്ധത്തിലുമൊക്കെ ദൈവവചനം പഠിക്കുവാനുള്ള സാവകാശം ദൈവം നൽകി. അതിൻ്റെ തക്ക സമയത്ത് ദൈവത്തിൻ്റെ സമയമായപ്പോൾ തീർച്ചയായും കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാനുള്ള വലിയ ഒരു ഭാഗ്യം ദൈവം എനിക്ക് നൽകി. അവിടെ നടന്ന ഒരു ബാലസംഘത്തിൻ്റെ ഒരു സെൻട്രൽ ക്യാമ്പ്, ഒരു റീജിയണൽ ക്യാമ്പിനോടുള്ള ബന്ധത്തിലാണ് ആ ഒരു രക്ഷയുടെ സന്ദേശം വ്യക്തമായിട്ട് ഞങ്ങളുടെ ഒരു പ്രിയ ആൻറ്റി അല്ലെങ്കിൽ ഒരു പ്രിയ മാമ വ്യക്തമായിട്ട് പറയുകയും ആ രീതിയിലൊരു പാപി എന്നുള്ള അവസ്ഥയിൽ രക്ഷിതാവിൻ്റെ ആവശ്യവും കർത്താവിനെ എന്തുകൊണ്ട് സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുവാനായിട്ട് ഇടയായി. ഞാൻ ബാലസംഘത്തിൻ്റെ പേര് പറഞ്ഞത് പലപ്പോഴും നമുക്ക് ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ മധ്യത്തിലൊക്കെ നമുക്കുള്ള ഒരു തോന്നലുണ്ട്, പല മിനിസ്ട്രീസും അല്ലെങ്കിൽ കാൽവറിനാഥ മിനിസ്ട്രി ആകട്ടെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നടക്കുന്ന വിവിധ മിനിസ്ട്രികൾ, വിവിധ ശുശ്രൂഷകളിലെ പലപ്പോഴും നെഗറ്റീവായി സമീപിക്കുന്ന ഒരു സമീപനം പല സഹോദരന്മാരിലും ഞാൻ വ്യക്തിപരമായ നിലയിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ ദൈവം നിലനിൽക്കുന്ന ഫലങ്ങൾ ഉണ്ടാകുവാൻ, അതിൻ്റെ സന്ദർഭത്തിൽ ഫലം കായ്ക്കുന്ന വിത്തുകളായി ദൈവവചനം വിതറുവാൻ ആ രീതിയിൽ ഇത്തരത്തിലുള്ള ശുശ്രൂഷകളെ വിവിധങ്ങളായ നിലകളിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു വളരെ റീസെൻ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ, ഞങ്ങൾ കഴിഞ്ഞ വർഷം കാനഡയിൽ യാത്ര ചെന്ന് ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ ഭവനത്തിൽ പോയി. അവിടെ ചെന്നപ്പോൾ മർത്തോമാ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് മർത്തോമാ ബന്ധത്തിൽ ഇപ്പോഴും കഴിയുന്ന ഒരു സഹോദരിയാണ്. എന്നാൽ ആ കുടുംബത്തേക്ക് ചെന്നപ്പോൾ അവരുടെ ആത്മീക സന്തോഷം അനുഭവിക്കുവാനും അല്ലെങ്കിൽ അവരോട് കൂട്ടായ്മയുടെ ഒരു അല്പസമയം കിട്ടി. എന്നാൽ പ്രിയപ്പെട്ടവരിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, അനേക വർഷങ്ങൾക്ക് മുൻപ് അവരുടെ സ്വന്തം സ്ഥലത്ത് ഒരു ബാലസംഘം ഉണ്ടായിരുന്നു നമ്മുടെ സഭയിൽ. ആ ബാലസംഘം മീറ്റിങ്ങിൽ തുടർച്ചയായിട്ട് കുഞ്ഞുങ്ങൾ പോയി പങ്കെടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്ന മാതാപിതാക്കളും ബന്ധുമിത്രാദികളും ഉണ്ടായിരുന്നു. അവിടെ വച്ച് വളരെ വ്യക്തമായി ദൈവവചനം കേൾക്കുവാനും ദൈവവചനം പഠിക്കുവാനും വളരെ വ്യക്തതയോടുകൂടി തന്നെ രക്ഷയുടെ ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാനും ഇടയായി. ആ രണ്ട് സഹോദരിമാരുണ്ടായിരുന്നു. ആ രണ്ടുപേരും വളരെ വ്യക്തമായ നിലയിൽ ആ സഹോദരങ്ങളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാനായിട്ട് കഴിഞ്ഞത്, അതിൻ്റെ എല്ലാ സത്യസന്ധതയോടും കൂടെ കർത്താവിനെ സുന്ദരക്ഷിതാവായി സ്വീകരിച്ചതും അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിൽ ഇന്നും അവർ തുടരുന്നതും, ആ ഒരു ആത്മബന്ധത്തിൽ കർത്താവുമായുള്ള ആത്മബന്ധത്തിൽ തുടരുന്നതും കേൾക്കുവാനായിട്ടിടയായി. പലപ്പോഴും ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, പലപ്പോഴും ഇത്തരത്തിലുള്ള മിനിസ്ട്രികളുടെ ഫലം അല്ലെങ്കിൽ അതിൻ്റെ ഫലവത്തത, അതിൻ്റെ ഒരു പ്രയോജനം എന്നുള്ളത് നാം ഒരിക്കലും വളരെ ലളിതമായി കാണേണ്ട ഒരു കാര്യമല്ല. അതർവൈസ് വി ഷുഡ് നോട്ട് ലുക്ക് ഡൗൺ ഓൺ ദോസ് കൈൻഡ് ഓഫ് മിനിസ്ട്രീസ്. ഇത്തരത്തിലുള്ള മിനിസ്ട്രികളൊക്കെ തീർച്ചയായും ദൈവനാമ മഹത്വത്തിനായിട്ട് വളരെയധികം പ്രയോജനപ്പെടുന്നതാണ്. വിവിധങ്ങളായ നിലകളിൽ ദൈവനാമ മഹത്വത്തിനായിട്ട് അത്തരത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ മിനിസ്ട്രികളെയും ഓർത്ത് ഞാൻ പ്രത്യേകാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. കലഞ്ഞൂർ ബ്രദർ സഭയോടുള്ള ബന്ധത്തിൽ അത്തരത്തിൽ ഒരു തുടർന്ന അനുഭവം അവിടെ ഉണ്ടായി. അവിടെ വചനം പഠിക്കുവാനും അനേക നാളുകൾ അവിടെ ആയിരിക്കാനും, ചില നാളുകൾക്ക് ശേഷം, ചില വർഷങ്ങൾക്ക് ശേഷം അവിടെ തന്നെ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കാനും ചില നാളുകൾ എൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയും അവിടെ തന്നെ ആയിരുന്നു. തുടർന്ന് മാതാപിതാക്കളോട് കൂടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ അവിടെ ആയിരുന്നു. ആ സന്ദർഭത്തിൽ തീർച്ചയായും ആത്മീയമായി വളരെ വളരുവാൻ അല്ലെങ്കിൽ ആത്മീയമായ ഒരടിത്തറ അവിടെ നിന്ന് ലഭിക്കുവാനായിട്ട് ദൈവം ഇടയാക്കി. വളരെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കർത്താവ് വളരെ പ്രയോജനകരമായ നിലയിൽ ശുശ്രൂഷകളിൽ പ്രയോജനപ്പെടുത്തിയ അനേക കർത്തൃദാസന്മാരെ
പിതാക്കന്മാരെ ആ സഭയിൽ ഞങ്ങൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. തലമുറകളെ അത്തരത്തിൽ കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ള അതിൽ ഞാൻ അനേക പേരുകൾ ഉദ്ധരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിലും ഒരു കാര്യം മാത്രം പറയട്ടെ. പ്രിയ നമ്മുടെ മധ്യത്തിലുള്ള പ്രിയ റോയ് ചായൻ്റെ ഫാദറിൻലോ പ്രിയ കെ വി ജോൺ സാറ്, ഞങ്ങൾ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ഞാൻ വളർന്ന ആ ഒരു കാലഘട്ടത്തിൽ ദൈവവചനം പഠിപ്പിക്കുന്നതിൽ, സഭയോടുള്ള ബന്ധത്തിൽ, തലമുറകളെ വചനം പഠിപ്പിക്കുന്നതിൽ, അതിൻ്റെ കൃത്യതയോടുകൂടി പഠിപ്പിക്കുന്നതിൽ ഒക്കെയും വളരെ ഉത്സുകനായിരുന്ന ഒരു പിതാവാണ്. അത്തരത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആത്മീയമായ ശിക്ഷണത്തിനായിട്ട്, അതുപോലെ ആ പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആത്മീയമായ ഗൈഡൻസിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെയധികം ആ രീതിയിൽ ഉത്സാഹിപ്പിക്കുവാനായിട്ട്, ഞങ്ങളെയൊക്കെ കരുതുവാനായിട്ട്, വ്യക്തിപരമായ നിലയിൽ, കുടുംബം എന്നുള്ള നിലയിലൊക്കെയും പ്രിയപ്പെട്ടവൻ്റെ ആത്മീയമായ ആ കരുതൽ ഞങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് സാധിച്ചു. ആ രീതിയിലൊക്കെയും ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹീതമായ അവസരങ്ങൾക്കായിട്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ദൈവം ഒരുക്കിയ മാർഗങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതിനുശേഷം ഞാൻ പഠനത്തോടുള്ള ബന്ധത്തിൽ ചെന്നൈയിലേക്ക് കടന്നുപോയി. അവിടെയും കൂട്ടായ്മയുടെ ബന്ധത്തിൽ ആയിരിക്കാനായിട്ട് ഒരു ദൈവസഭയെ ദൈവം ഒരുക്കി. മുമ്പ് ട്രിപ്പിളിക്കയിലായിരുന്ന സഭ നുങ്കമ്പാക്കത്തേക്ക് ആ രീതിയിൽ ഒരു സ്വന്തം കെട്ടിടം മാറി ആ രീതിയിൽ ആയിരുന്നപ്പോൾ നുങ്കമ്പാക്കത്തുള്ളായിരുന്ന ക്രിസ്ത്യൻ അസംബ്ലി, അല്ലെങ്കിൽ പൊന്നങ്കിപുരം അസംബ്ലിയോടുള്ള ബന്ധത്തിൽ അനേക വർഷങ്ങൾ, ഏതാണ്ട് 10 വർഷക്കാലം അവിടെ ആയിരിക്കാനുള്ള സാവകാശം ലഭിച്ചു. ആ സന്ദർഭത്തിലാണ് പ്രിയ ചെറിയാച്ചാൻ അവിടേക്ക് വരികയും ആ ഒരു സർജറിക്കായിട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് ആ രീതിയിൽ ഒരു ബന്ധം സ്ഥാപിക്കുവാനും ആ ഒരു സ്നേഹബന്ധത്തിൽ തുടരുവാനും കഴിഞ്ഞത്. ആ ഒരു കാലഘട്ടത്തിന് ശേഷം, അതിൻ്റെ ഏതാണ്ട് അവസാന കാലഘട്ടത്തിലാണ് ഞങ്ങൾ കുടുംബസ്ഥരായി തീർന്നത് എന്ന് പറയാം. ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് പട്ടം അസംബ്ലിയിൽ നിന്ന് കൂടി വരുന്ന പ്രിയ ഒരു സഹോദരിയാണ്. ബിന്ദു എന്നാണ് പ്രിയപ്പെട്ടവളുടെ പേര്. ഞങ്ങൾ അതുകൊണ്ട് അതിനുശേഷം ഒരു ഭവനം ഒക്കെ വാങ്ങി തിരുവനന്തപുരത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. പട്ടം ബ്രദർ അസംബ്ലിയുള്ള കൂട്ടായ്മയുടെ ബന്ധത്തിൽ തുടരുന്നു. ദൈവം ആ രീതിയിൽ സാവകാശം ഒരുക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ഹോം അസംബ്ലി അല്ലെങ്കിൽ ഒരു മാതൃസഭ എന്നുള്ളത് പട്ടം ബ്രദർ അസംബ്ലിയാണ്. ആ രീതിയിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ നാളുകളിൽ കൂട്ടായ്മയുടെ സന്തോഷം അവിടെയും അനുഭവിക്കുവാനായിട്ട് ദൈവം ഇടയാക്കിയിട്ടുണ്ട്. അനേക വർഷങ്ങളായി പല സ്ഥലങ്ങളിൽ ചുരുക്കമായിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒക്കെ വിശദീകരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഏതാണ്ട് 25 പരം വർഷമായിട്ട് ദുബൈ ക്രിസ്ത്യൻ അസംബ്ലിയോടുള്ള ബന്ധത്തിൽ കൂട്ടായ്മയുടെ ബന്ധത്തിലായിരിക്കുന്നു. ഇവിടേക്ക് കടന്നു വന്നതുകൊണ്ട് ഇതുവരെയും അനുഗ്രഹീതമായ രീതിയിൽ ഇവിടെയുള്ള ദൈവജനത്തോടുള്ള ബന്ധത്തിൽ കൂട്ടായ്മയുടെ ബന്ധത്തിൽ തുടരുവാനായിട്ട് ദൈവം സാവകാശം ഒരുക്കുന്നു. ദൈവം സഭയെ നിലനിർത്തുന്നു, സഹായിക്കുന്നു. ഏതാണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ രണ്ടാമത്തെ ഒരു അസംബ്ലിയാണ് എന്ന് പറയാം ദുബൈ ക്രിസ്ത്യൻ അസംബ്ലി. ഏതാണ്ട് 70കളിൽ അനേക വിശ്വാസികൾ കടന്നു വന്ന് നമുക്ക് അനേക സഭകൾ രൂപപ്പെടുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന ഏക അസംബ്ലി ഇതായിരുന്നു. UAE ആദ്യത്തെ അസംബ്ലിയാണ്. ആ രീതിയിൽ ആ സഭയുടെ സാക്ഷ്യം ഇന്നും ദൈവം നിലനിർത്തുന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അനേക നാളുകളിൽ വിവിധങ്ങളായ തലമുറകളിലുള്ള പ്രിയപ്പെട്ടവർ ഇവിടെ കൂട്ടായ്മയുടെ സന്തോഷം അനുഭവിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. ആ രീതിയിൽ ഈ സഭയെ ഇന്നും ദൈവം നിലനിർത്തുകയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കഴിഞ്ഞ നാളുകളിൽ ആ രീതിയിൽ ദൈവം ഈ പ്രദേശത്തും ഒരുക്കുന്ന വിധങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ദൈവം 2 കുഞ്ഞുങ്ങളെ ദാനമായി നൽകി. മൂത്ത മകന് വിവാഹം കഴിഞ്ഞ് ഇപ്പോൾ അമേരിക്കയുടെ പ്രദേശത്ത് ആയിരിക്കുന്നു. അവർ ന്യൂജേഴ്സിയിലെ മേപ്പിൾ വുഡ് ബൈബിൾ ചാപ്പൽ എന്നുള്ള സഭയോടുള്ള ബന്ധത്തിൽ കൂട്ടായ്മയിൽ അവരായിരിക്കുന്നു. അവൻ്റെ പേര് ജുബിൻ എന്നാണ്, ജുബിൻ ജെയിംസ്. അവർ കുടുംബമായി അവിടെയുള്ള സഭയോടുള്ള ബന്ധത്തിൽ കൂട്ടായ്മയിലായിരിക്കുന്നു. അതുപോലെ ഇളയ മകന് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഇവിടെ ഉണ്ട്. പ്രിയപ്പെട്ടവനാൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, ജുവാൻ ജെയിംസ്. കുഞ്ഞുങ്ങളെയും നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം. വരുന്ന ആളുകളിൽ നാം ഈ പറഞ്ഞതുപോലെ ദൈവനാമ മഹത്വത്തിനായിട്ട് സർവ്വത്തിലും ഉപരിയായി അവർ വ്യക്തികളായി, കുടുംബങ്ങളായി പ്രയോജനപ്പെടേണ്ടതിന് ആയിരിക്കുന്നിടങ്ങളിൽ അറിഞ്ഞ സാക്ഷ്യത്തെയും അറിഞ്ഞ ഉപദേശത്തെയും ദൈവത്തിൻ്റെ ആ വഴികളെയും വ്യക്തമായ നിലയിൽ മനസ്സിലാക്കി അതിൽ അടിയുറച്ച് നിലനിൽപ്പാനായിട്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രത്യേക പ്രാർത്ഥനയിൽ ഓർക്കണം. ദൈവനാമ മഹത്വത്തിനായി പ്രയോജനപ്പെടുക എന്നുള്ളത് നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ദൈവത്തിൻ്റെ വലിയ ഉദ്ദേശമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ്. നാം പ്രിയ സഹോദരന് പ്രിയ ജെയിംസ് സഹോദരന് രണ്ടാമത്തെ പാട്ടിൽ ഈ ഇത്തരത്തിൽ പാടുകയുണ്ടായാലോ, അല്ലെങ്കിൽ നാം ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയത് എങ്ങനെയാണ്? ക്രിസ്തേശുനാഥൻ്റെ പാദങ്ങൾ പിന്തുടരും നാം എത്ര ഭാഗ്യമുള്ളവർ. എത്രയോ അനുഗ്രഹീതമായ ഒരു പാതയിലേക്കാണ് കർത്താവ് നമ്മെ വിളിച്ചത്. തന്നെയുമല്ല, അവൻ്റെ പാതയിൽ നമ്മെ വിളിച്ച് ആക്കിയിരിക്കുമ്പോൾ നമ്മെ ഓരോരുത്തരെയും ആ രീതിയിൽ ആക്കിയിരിക്കുന്ന സ്ഥലങ്ങളിൽ, ആക്കിയിരിക്കുന്ന സന്ദർഭങ്ങളിൽ, ആക്കിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും നിർവഹിക്കുവാനുള്ള വലിയ ഒരു പങ്കുണ്ട്, വലിയ ഒരു ഉത്തരവാദിത്തമുണ്ട്, നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വലിയ ഒരു വിളിയുണ്ട് എന്നുള്ളത് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? കർത്തൃനാമ മഹത്വത്തിനായിട്ട് ദൈവത്തിൻ്റെ ശുശ്രൂഷകളിൽ നാം ഏത് രീതിയിൽ പ്രയോജനപ്പെടണം എന്നുള്ളതാണ് ദൈവഹിതം എന്നുള്ളത്
വളരെ വ്യക്തമായി ആരാഞ്ഞറിയുകയും അതിൻ പ്രകാരം പ്രയോജനപ്പെടുകയും ചെയ്യുക എന്നുള്ളത് തീർച്ചയായും നമ്മുടെ വ്യക്തിപരമായ വലിയ ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ആ രീതിയിൽ ആയിരുന്ന സന്ദർഭങ്ങളിൽ ദൈവനാമമഹത്വത്തിനായിട്ട് പരിമിതമായ നിലയിൽ നമ്മുടെ പരിമിതമായ സാഹചര്യങ്ങൾ ഇവിടെയുണ്ട്. ജോലിയോടുള്ള ബന്ധത്തിലൊക്കെ ഇവിടെ ആയിരിക്കുന്നത് കൊണ്ട് അതിൻ്റെതായ പരിമിതികൾ ധാരാളമുണ്ട്. എങ്കിലും ഒരുമിച്ച് ഇവിടെയുള്ള ദൈവജനത്തിനും പൊതുവായിട്ടുള്ള ഇവിടെയുള്ള ദൈവജനങ്ങൾക്കും പ്രയോജനകരമായ നിലയിൽ വിവിധ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുവാനൊക്കെയുള്ള സാവകാശം ദൈവം ഒരുക്കിയിട്ടുണ്ട്. സഭയോടുള്ള ബന്ധത്തിലും അതിനോട് ചേർന്നുള്ള മറ്റ് ശുശ്രൂഷകളിലൊക്കെ ആ രീതിയിൽ വ്യാപൃതനാകുവാനായിട്ട് ദൈവം സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് സമയത്തിൻ്റെ പരിമിതി മൂലം ഞാൻ കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ ദൈവം ഒരുക്കിയ എല്ലാവിധമായ അനുഗ്രഹങ്ങൾക്കായിട്ട്, ദൈവം ഒരുക്കിയ മാർഗങ്ങൾക്കായിട്ട്, ഈ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനും ഈ ജീവിക്കുന്ന ദൈവത്തെ സ്വന്തം പിതാവ് എന്നുള്ള നിലയിൽ വിളിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനുള്ള സാവകാശത്തിലേക്ക്, അല്ലെങ്കിൽ ആ പദവിയിലേക്ക് അവൻ നമ്മെ വിളിച്ച് ആക്കിയിരിക്കുന്ന ആ പദവിയിലേക്ക് കടന്നു ചെല്ലുവാനും അതിന് നിലനിൽപ്പാനും ദൈവം സാവകാശം ഒരുക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പലപ്പോഴും സഭയോടുള്ള ബന്ധത്തിലും അല്ലെങ്കിൽ ദൈവജനത്തോടുള്ള ബന്ധത്തിലും നാം എടുക്കേണ്ട നിലപാടുകൾ വ്യക്തതയോടുകൂടെ നാം തിരിച്ചറിയേണ്ടതും നാം എടുക്കേണ്ട സാഹചര്യങ്ങളിലുള്ള ആ നിലപാടുകൾ എടുക്കേണ്ടതും വളരെ ആവശ്യമാണ് എന്ന് ജനറലായിട്ട് ഒരു സെന്റൻസ് പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവിൽ നിലനിൽക്കുക, കർത്താവിൽ വിശ്വാസം വയ്ക്കുക, ഈ ക്രിസ്തുവിൽ വെച്ച വിശ്വാസത്തിൽ നിലനിൽക്കുക, അവൻ നമ്മെ പഠിപ്പിച്ച മാർഗങ്ങളെക്കുറിച്ചുള്ള വ്യക്തതയിൽ ജീവിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ പിതാക്കന്മാർക്ക് ദൈവം കാണിച്ച മാതൃകകളുണ്ട്, പിതാക്കന്മാർക്ക് ദൈവം ഉപദേശിച്ചു കൊടുത്ത ഉപദേശ രൂപങ്ങളുണ്ട്. ഇതിൻ്റെ ഒന്നും വില അല്പം പോലും കുറച്ച് കാണാതെ, വില കുറച്ച് കാണാതെ, അതിൻ്റെ ആ കൃത്യമായ ആ ഘനം എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ ഉറച്ചു നിൽക്കുവാനും അനന്തര തലമുറകളെ ആ കാര്യങ്ങളിൽ നാം ഉപദേശിക്കുവാനും അവരെ കൈപിടിച്ച് നടത്തുവാനും അതിലെ നയിക്കുവാനുമുള്ള വലിയ ഉത്തരവാദിത്തമാണ് ഈ തലമുറയ്ക്കുള്ളത് എന്നുള്ളത് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും നാം പറയുന്ന പല ഉപദേശ രൂപങ്ങളുടെ, അല്ലെങ്കിൽ നാം മനസ്സിലാക്കുന്ന പല ഉപദേശ രൂപങ്ങളുടെയും ആ ഘനം എന്താണ്, അതിൻ്റെ ആഴം എന്താണ്, അതിൻ്റെ ആ അളവ് എന്താണ്, അതിൻ്റെ തൂക്കം എന്താണ് എന്ന് തിരിച്ചറിയാത്ത ഒരു തലമുറയാണ് പലപ്പോഴും അനന്തര തലമുറകൾ ആ ഭാഗത്ത് നിലനിൽക്കുവാൻ കഴിയാതെ പോകുന്നതിൻ്റെ ഒരു കാരണം. ഒരു സഹോദരന് ഇത്തരത്തിൽ പലപ്പോഴും ഓർപ്പിക്കുന്ന ഒരു വാചകമുണ്ട്: നോ വൺ ഈസ് സക്സസ്ഫുൾ അൺലെസ് യു ഹാവ് എ സക്സസ്ഫുൾ സക്സസർ ഇൻ യുവർ സക്സഷൻ ലൈൻ. ആ രീതിയിൽ ഒരു നിലപാടും ആ രീതിയിലുള്ളൊരു കാഴ്ചപ്പാടും നമുക്ക് ഉപദേശ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ, അതോ അല്ലെങ്കിൽ സഭകളോടുള്ള ബന്ധത്തിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് ഞാൻ ചുരുക്കമായിട്ട് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വ്യക്തിപരമായ നിലയിലും ആ രീതിയിൽ കുടുംബം എന്നുള്ള നിലയിലും സഭ എന്നുള്ള നിലയിലും ഒക്കെയും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു ചെന്നാൽ നമുക്ക് ധാരാളം പറയുവാനുണ്ട്. വിസ്താര ഭയത്താൽ ആ പ്രദേശത്തേക്ക് കടന്ന് ആ ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ആ വിഷയങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം ഓരോ നിമിഷവും കൈപിടിച്ച് നടത്തിയ വിധങ്ങൾ, ദൈവം നമ്മെ സൂക്ഷിക്കുന്ന വിധങ്ങൾ, ദൈവം നമ്മെ കരുതുന്ന വിധങ്ങൾ, ചെറുതും വലുതുമായ നമ്മുടെ ആവശ്യങ്ങളുടെ മുഖത്ത് നാം ആഗ്രഹിക്കുന്നതിലും നനയ്ക്കുന്നതിലും പരമായി നമ്മെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ആ രീതിയിൽ കഴിഞ്ഞ നാളുകളിൽ തീർച്ചയായും വളരെ അനുഗ്രഹീതമായ ദൈവിക കൃപ അനുഭവിപ്പാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിൻ്റെ പാദങ്ങളിൽ തുടർന്നും നിലനിൽപ്പാനും കർത്താവിന് ഒരു കൊള്ളാകുന്ന സാക്ഷിയായി, പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് ആയിരിക്കുന്ന നാളുകളിലും എവിടെയായിരുന്നാലും ദൈവം എവിടെയാക്കുന്നുവോ അവിടെ കർത്താവിന് കൊള്ളാകുന്ന ഒരു സാക്ഷിയായി ജീവിച്ച് ആ രീതിയിൽ മുമ്പോട്ട് പോകാനുള്ള അടിയങ്ങളുടെ ആഗ്രഹം തീർച്ചയായും ദൈവജനത്തിന് മുമ്പിൽ അറിയിക്കുകയും അതിനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയെ പ്രത്യേക ചോദിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പ്രത്യേക നന്ദിയുണ്ട്. നമുക്ക് ഒരുമിച്ച് ഈ തരത്തിൽ ദൈവസന്നിധിയിലായിരിക്കാനായിട്ട് ദൈവം നമ്മെ നടത്തിയ കൃപകളെ, അല്ലെങ്കിൽ ദൈവം നമ്മെ നടത്തിയ വഴികളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് അല്പസമയം നമുക്ക് ദൈവവചനത്തിന് മുമ്പിൽ ഇരിപ്പാനായിട്ട് ലഭിച്ച നല്ല അവസരത്തിനായിട്ട് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് നന്ദിയല്ലാതെ മറ്റൊന്നും പറയുവാനില്ല. നന്ദി പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകളിൽ ആവശ്യമായ ദൈവകൃപയ്ക്കായിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അപേക്ഷിച്ച് ആ രീതിയിൽ നമുക്ക് ദൈവസന്നിധിയിൽ തുടർന്നുമായിരിക്കാം. നമുക്ക് അന്യോന്യം
അന്യോന്യം പ്രാർത്ഥനയിൽ വഹിക്കുകയും അന്യോന്യം കൂട്ടായ്മയുടെ ബന്ധത്തിൽ തുടരുകയും അന്യോന്യം നമുക്ക് പ്രബോധിപ്പിച്ച് നമുക്ക് ഉത്സാഹിപ്പിച്ച് മുൻപോട്ട് പോകുവാനായിട്ട് ദൈവം ഇടയാക്കുകയും ചെറിയ കാൽവനാഥ മിനിസ്ട്രിയെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന അനേക നാളുകളായി ഈ രീതിയിൽ ഓൺലൈനിൽ വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷകൾ നിർവഹിക്കാനായിട്ട് പ്രിയ സഹോദരന്മാരെ ആ രീതിയിൽ ബലപ്പെടുത്തുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഒരു നാളുകളിലും ദൈവനാമ മഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടുവാനായിട്ട് ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായിട്ട് പ്രയോജനപ്പെടുവാനായിട്ട് അനേകർക്ക് പ്രോത്സാഹനത്തിനും ഉത്സാഹത്തിനും കാരണമായി തീരുവാനായിട്ട് ഈ മിനിസ്ട്രിയെയും ദൈവം നിലനിർത്തേണ്ടതിന്, ദൈവം പ്രയോജനപ്പെടുത്തേണ്ടതിന്, ദൈവം ബലപ്പെടുത്തേണ്ടതിന് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കുകയും തുടർന്ന് പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യാം. ആ രീതിയിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 7-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ഒരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 2 Corinthians chapter 7 verse 1. നാം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. വളരെ ആഴമുള്ള അല്ലെങ്കിൽ വളരെ ഘനതരമായ ഒരു വിഷയമാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ അവതരിപ്പിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. ഞാൻ ഒരാവത്തി വായിച്ചപ്പോൾ അതിൻ്റെ ഓരോ വാക്കുകളും അല്ലെങ്കിൽ അതിനുള്ള ഓരോ പ്രയോഗവും വളരെ വിശദമായി നാം പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് എനിക്ക് ബോധ്യമായി. ആ വാക്യത്തിൽ നാം തുടർന്ന് ഒന്നുകൂടെ വായിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. നമ്മുടെ ജീവിതത്തിൽ നാം പിടിച്ചുകൊള്ളേണ്ട അല്ലെങ്കിൽ നാം കരുതിക്കൊള്ളേണ്ട, നാം സൂക്ഷിക്കേണ്ട ഒരു വ്യക്തമായ നിർദ്ദേശമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിഞ്ഞ അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന വിഷയം അതാണ്. ആദ്യത്തെ വാക്ക് അല്ലെങ്കിൽ ആദ്യത്തെ പ്രയോഗം എന്നുള്ളത് പ്രിയമുള്ളവരെ എന്നുള്ള ഒരു അഭിസംബോധനയിലാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ ആരംഭിക്കുന്നത്. ഒരു ഉന്നതമായ ഒരു തലത്തിലേക്ക് നമ്മെ വിളിച്ച് വേർതിരിച്ച് നമ്മെ ആക്കിയിരിക്കുന്ന ആ ദൈവം നമ്മെ ആക്കിയ ആ ഒരു സന്ദർഭത്തിന്റെ അല്ലെങ്കിൽ അവിടെ നമ്മെ എങ്ങനെയാണ് ആക്കിയിരിക്കുന്നത്, ആ ഒരു ബന്ധത്തിന്റെ വലിപ്പമാണ് നമുക്കിവിടെ കാണുവാൻ. an elevated status which is given to us. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉന്നതമായ ഒരു അവസ്ഥയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ എന്ന് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലന് പ്രിയമുള്ളവരെ എന്ന് ഉള്ളതിലുപരിയായിട്ട് ദൈവത്തിന് പ്രിയമുള്ളവരെ എന്നുള്ള ഒരവസ്ഥ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. തുടർന്ന് നാം വായിക്കുന്നത് ഈ വാഗ്ദത്തങ്ങൾ വളരെ സോളിഡ് ആയിട്ടുള്ള പ്രോമിസസ്, വളരെ ഘനതരമായ വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകിയവനായ ദൈവം നമുക്ക് അത്തരത്തിൽ ലഭിച്ച അനുഗ്രഹീതമായ വാഗ്ദത്തങ്ങൾ, സോളിഡ് പ്രോമിസസിനെ കുറിച്ച് നമുക്ക് ആ വാക്കിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്ക് തുടർന്ന് വായിക്കുന്നത് അത്തരത്തിലുള്ള വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് വളരെ പേഴ്സണലായി വളരെ വ്യക്തിപരമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളെയാണ് പൗലോസ് അപ്പോസ്തലൻ പിന്നെയും ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. നാം എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഒരു ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ നമുക്ക് അതിനെക്കുറിച്ച് കാണുവാനായിട്ട് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി അവിടെ വളരെ വ്യക്തമായിട്ട് ആ വാക്കിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാം തുടർന്ന് വായിക്കുന്നത് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും. ജഡത്തിലുള്ള കന്മഷത്തിന് വലിയ സാധ്യതകളുണ്ട്. നമുക്കറിയാം എക്സ്റ്റേണൽ പ്യൂരിറ്റി വളരെ നമ്മുടെ ഒരു എക്സ്റ്റേണൽ ബോഡിയിലുള്ള പ്യൂരിറ്റി അല്ലെങ്കിൽ ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ ആവശ്യമായ ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. അതുപോലെ ആത്മാവിലുള്ള കന്മഷം, ആത്മാവിലെ പ്യൂരിറ്റി നമുക്ക് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുകയും കരുതിക്കൊള്ളുകയും ചെയ്യേണ്ട വിഷയമാണ്. ഇതൊക്കെയും ഇത്തരത്തിലുള്ള സകല കന്മഷവും നീക്കുക എന്നുള്ളത് ദൈവത്തിന്റെ വലിയ ഒരു ഉദ്ദേശമാണ്, ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്, നമ്മെക്കുറിച്ചുള്ള വലിയ ഒരു ദൈവ ഉദ്ദേശവും ദൈവിക കാര്യപരിപാടിയുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാം നമ്മെ തന്നെ എങ്ങനെ സൂക്ഷിക്കണം, എങ്ങനെ കരുതണം, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ക്ലീനിങ് പ്രോസസ്, ഒരു കണ്ടിന്യൂസ് ക്ലീനിങ് പ്രോസസ്സിനെ അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മെ തന്നെ നാം വെടിപ്പാക്കുക എന്ന് പറയുമ്പോൾ നാം വീടുകളൊക്കെ വെടിപ്പാക്കുന്നത് നമുക്ക് വളരെ പരിചിതമായ ഒരു കാര്യമാണ്. നാം ഒരിക്കൽ ഒരു വീട് വെടിപ്പാക്കി അങ്ങനെ
നാം ഇട്ടിരുന്നാൽ നമുക്ക് പലരും ഈ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഫ്ലാറ്റ് പലപ്പോഴും അടച്ചിട്ട് താമസിക്കേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഫ്ലാറ്റ് അടച്ചിട്ടിട്ട് വേറൊരിടത്ത് താമസിക്കുന്ന സാഹചര്യമൊക്കെ നമുക്ക് പരിചിതമാണ്. അല്ലെങ്കിൽ ഒരു വീട് അടച്ചിട്ടിട്ട് ചില നാളുകൾ പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് ഈ വെടിപ്പാക്കലിൻ്റെ ശുശ്രൂഷ ഏതാണ്ട് അതിനോട് ചേർത്ത് വെച്ച് നമുക്ക് ഞാനൊരു താരതമ്യം ചെയ്യുവാനായിട്ട് മനസ്സിലാകുവാനായിട്ട് അത്തരത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നാം താമസിക്കുന്ന വീട് വെടിപ്പാക്കുന്നത് അതിൻ്റെ ഒരു ഫ്രീക്വൻസി അത് എത്രമാത്രമുണ്ട് എന്നുള്ളതിനനുസരിച്ചിരിക്കും അത് എത്രമാത്രം വെടിപ്പായിരിക്കും എന്നുള്ളത്. ഒരാഴ്ച വീട് അടച്ചിട്ടിട്ട് നാം അത് വെടിപ്പാക്കാതെ പോയിട്ട് തിരിച്ചു വന്നാലുള്ള അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ പറയാതെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന എത്ര ക്ലീൻ ആയിട്ടുള്ള ഒരു സിറ്റിയിലാണ് നാം ജീവിക്കുന്നതെങ്കിലും, നാം എത്ര ക്ലീൻ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് നാം ആയിരിക്കുന്നത് എന്ന് നാം അഭിമാനിക്കുന്നുവെങ്കിലും, ഏറ്റവും ഉള്ളറകളിലേക്ക് പോലും നാം അറിയാതെ പൊടി കടന്നു ചെല്ലുന്നതും ആ രീതിയിൽ പൊടിപടലം പിടിച്ചു നിൽക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയും. വളരെ വ്യക്തമായി വളരെ നമുക്ക് ലളിതമായ രീതിയിൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. നമ്മെ തന്നെ നാം വെടിപ്പാക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. തന്നെയുമല്ല, തുടർന്ന് നാം അവിടെ വായിക്കുന്നത് നമ്മുടെ വിശുദ്ധിയെ തികച്ചുകൊണ്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. നമ്മുടെ ആ ഒരു ദൈവഭയം എന്നുള്ളത് ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ എന്താണ് എന്നുള്ളത് ആ ദൈവഭയം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനും അല്ലെങ്കിൽ അവിശുദ്ധിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനും കഴിയും. അതുകൊണ്ട് ആ വിശുദ്ധിയെ തികച്ചുകൊള്ളുക എന്നുള്ള നമ്മുടെ വ്യക്തിപരമായ ആ ഒരു ഉത്തരവാദിത്വം നാം ആ ഒരു വലിയ ഒരു ഉന്നതമായ ആ ഒരവസ്ഥയിലേക്ക് നാം കടന്നു ചെല്ലുവാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരവസ്ഥയിൽ നാം നിലനിൽക്കുവാനായിട്ട് നമുക്കുള്ള ഉത്തരവാദിത്വം എന്താണ് എന്നുള്ളത് നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നു. അത് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം, ഈ വാക്യത്തിൻ്റെ ഓരോ വാക്കുകളും നാം എടുത്ത് വളരെ ആഴത്തിൽ പഠിക്കുകയും വളരെ ആഴത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യം. നമ്മുടെ സമയത്തിൻ്റെ പരിമിതി മൂലം ചില ഭാഗങ്ങൾ മാത്രം ഒന്ന് വേഗത്തിൽ ശ്രദ്ധിച്ച് മുൻപോട്ട് പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം ആദ്യം അതിൻ്റെ ആദ്യ വാക്ക് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രിയമുള്ളവരെ എന്നുള്ള ഒരു എക്സ്പ്രഷനാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പൗലോസ് പ്രിയമുള്ളവരെ എന്ന് കൊരിന്തിലുള്ള വിശ്വാസികളെ, നമുക്ക് കൊരിന്തിലെ സഭയെക്കുറിച്ചും അവരായിരുന്ന അവസ്ഥയെക്കുറിച്ചും അവർ കടന്നുപോയ സാഹചര്യങ്ങളെക്കുറിച്ചും ഒക്കെ അറിയാം. എങ്കിൽ പോലും അവർ ഇന്നായിരിക്കുന്ന അവസ്ഥയെ നോക്കിയിട്ട് പ്രിയമുള്ളവരെ എന്നുള്ള ഒരു അഭിസംബോധനയിൽ അവരെ ഉൾക്കൊള്ളിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. പലപ്പോഴും ഹിതകരമല്ലാത്ത അനുഭവങ്ങൾ കൂടി കടന്നുപോയ ഒരു ചരിത്രം അവരുടെ ജീവിതത്തിലുണ്ടെങ്കിലും, അവരിൽ ചിലരുടെ ജീവിതത്തിലുണ്ടെങ്കിലും, അത്തരത്തിൽ അവരെ ശാസിക്കേണ്ട അനുഭവങ്ങൾ പൗലോസ് അപ്പോസ്തലന്റെ ജീവിത പന്ഥാവിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും ഇന്നവരെ കർത്താവിൽ ഈ പൗലോസ് അപ്പോസ്തലൻ അഭിസംബോധന ചെയ്യുന്നത് പ്രിയമുള്ളവരെ എന്നാണ്. അതിന് കാരണം എന്നുള്ളത് അവിടെയുള്ള ഓരോ ദൈവപൈതലും അവിടെയുള്ള ഓരോ വിശ്വാസിയും കർത്താവിന് പ്രിയമുള്ളവരായിരുന്നു എന്നുള്ള വലിയ ഒരു തിരിച്ചറിവാണ്. നമ്മുടെ മുമ്പിൽ കാണുന്ന വിശ്വാസികൾ തീർച്ചയായും നാം ഏത് വിധത്തിൽ അവരെ കണ്ടാലും കർത്താവിന് പ്രിയമുള്ള ഒരു ജനമാണ് നമ്മുടെ മുമ്പിൽ നാം കാണുന്നത് എന്നുള്ള കാര്യം നാം ഒരു കാരണവശാലും മറന്നു പോകരുത്, അല്ലെങ്കിൽ അതിനെ വില കുറച്ച് കാണുവാനായിട്ട് പാടുള്ള കാര്യമല്ല. കർത്താവിന് പ്രിയമുള്ള ഒരു ജനമായി, കർത്താവിൻ്റെ സ്വന്തം ജനം എന്ന് പറയുമ്പോൾ കർത്താവ് സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ദൈവജനമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നുള്ളത് നമുക്ക് കാണുവാൻ, നമ്മെ തന്നെ ഒന്ന് തിരിഞ്ഞു പരിശോധിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം കൊരിന്ത്യർ ലേഖനത്തിൻ്റെ അതേ പുസ്തകത്തിൻ്റെ 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ പഴയ അവസ്ഥ, നമ്മുടെ പുതിയ അവസ്ഥ, നമ്മെ ദൈവം എങ്ങനെയാണ് വിലയ്ക്ക് വാങ്ങിയത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. നാം ആ പഴയ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത്, നമുക്ക് നമ്മുടെ രക്ഷയ്ക്കായിട്ട് ദൈവം നൽകിയ വില എന്താണ് എന്നുള്ളതൊക്കെ അവിടെ വളരെ വ്യക്തമായിട്ട് കാണുവാൻ. അപ്പോൾ കൊരിന്ത്യർ ലേഖനത്തിൻ്റെ കൊരിന്ത്യർക്ക് 2-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 17-19 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പ്രത്യേകമായ ചില പദപ്രയോഗങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. നമുക്ക് ഒരു പഴയ സൃഷ്ടിയുടെ അല്ലെങ്കിൽ പഴയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ആ ലംഘനത്തിന്റെ അവസ്ഥ നമുക്കുണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണുവാനായി. പഴയത് കഴിഞ്ഞുപോയി, അഥവാ നമ്മെ പുറകിൽ നാമെ ഓർമ്മിപ്പിക്കുന്ന നാം പുറകിൽ വിട്ടുപോകുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു അവസ്ഥ, ഒരു ചിത്രം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. നാം അത് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. നാം ആ വഴിയെ പോവുക എന്നുള്ളതല്ല, മറിച്ച്
നമുക്ക് ലംഘനങ്ങളുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 19 വാക്യത്തിലേക്ക് വരുമ്പോൾ തന്നെയാണ് വായിക്കുന്നത്, ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ലംഘനങ്ങളുടെ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു ചരിത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് നാം മറക്കരുത്. അതായിരുന്നു നമ്മുടെ പഴയകാല സ്ഥിതി. ആ അവസ്ഥയിൽ നിന്ന് നമ്മെ ദൈവം വീണ്ടെടുത്തത് എത്ര വലിയ വില കൊടുത്താണ് എന്നുള്ളത് നമുക്ക് ആ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. നമ്മെ കർത്താവ് ഏത് രീതിയിലാണ് വീണ്ടെടുത്തത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവൻ നമ്മെ വില കൊടുത്താണ് വാങ്ങിയത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് കാണുവാനായിട്ട്. കർത്താവിൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകി, അവൻ നമുക്ക് വേണ്ടി മരിച്ച് അവൻ ആ രീതിയിലാണ് നമ്മെ വീണ്ടെടുത്തത് എന്നുള്ളത് നമുക്ക് അതിൻ്റെ വിവിധ വാക്യങ്ങളിൽ കൂടെ വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് 14 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ, നമുക്ക് വേണ്ടി മരിച്ച ഒരു കർത്താവ്, നമുക്ക് വേണ്ടി മറുവിലയായി നൽകപ്പെട്ട ഒരു കർത്താവിനെ ആ ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 18 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. ക്രിസ്തു മൂലം നമ്മോട് നിരപ്പിക്കുവാനായിട്ട് ക്രിസ്തു കടന്നുപോയ ആ ഒരു മാർഗത്തെ നമുക്ക് അവിടെ കാണുവാനും ഓർക്കുവാനും കഴിയും. നമുക്ക് അത്തരത്തിൽ കടന്നു വരുമ്പോഴാണ് ആ ഒരു പുതിയ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നത്. നാം നേരത്തെ വായിച്ചതുപോലെ 17-19 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം പുതിയ ഒരു അനുഭവം, ഇന്ന് നാം എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത് നമ്മെ അവിടെ പിന്നെയും അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത്, നാം ഒരു പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ആ രീതിയിൽ ഒരു നിരപ്പിന്റെ അനുഭവം, ആ നിരപ്പിന്റെ ശുശ്രൂഷ 19 വാക്യത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ച, ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ച ദൈവത്തിന്റെ വലിയ സ്നേഹത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അത്തരത്തിലുള്ള ആ വലിയ ഒരു ചിത്രമാണ് നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നത്. ഈ പ്രിയമുള്ളവരെ എന്ന ആ ഒരു പദപ്രയോഗം വരുമ്പോൾ നമ്മുടെ പഴയ കാല അവസ്ഥയിൽ നിന്ന് ദൈവം എത്രമാത്രം വില കൊടുത്താണ് നമ്മെ വാങ്ങിയത് എന്നുള്ളത് നാം ഒരു കാരണവശാലും മറന്നു പോകരുത് എന്ന് വേഗത്തിൽ ഓർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 20 വാക്യത്തിലേക്ക് വരുമ്പോൾ നാം അവിടെ വായിക്കുന്നത്, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ തന്നെ ആകുന്നു. സുവിശേഷത്തിലേക്കുള്ള വലിയ ഒരു ആഹ്വാനത്തിന്റെ ചിത്രം, അത് നാം തുടർന്നും ഉയർത്തേണ്ടതിന്റെ ആവശ്യകത ഒക്കെ അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട്. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നിർബന്ധം നമുക്ക് 14-15 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട്, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ആ രീതിയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 15 വാക്യം, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആ നിർണയത്തിന്റെ അനുഭവം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു സ്നേഹത്തിൽ, ആ ഒരു ബന്ധത്തിൽ, ആ ഒരു നിർബന്ധത്തിൽ തുടരുവാൻ, ആ നിർബന്ധം നമ്മുടെ മേൽ വയ്ക്കുന്ന ആ നിർബന്ധത്തിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ അനുരൂപപ്പെടുത്തി നമുക്കതിന് അപ്രകാരം ദൈവഹിത പ്രകാരം നമ്മെ തന്നെ നിയന്ത്രിച്ച് മുൻപോട്ട് പോകുവാനും, ദൈവഹിത പ്രകാരം നാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ച് അവന് വേണ്ടി പ്രയോജനപ്പെടുവാനും ഇടയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ വരുന്ന ആളുകളിൽ നടക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം ആ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് എന്നാൽ വരുവാനുള്ള ചില ചിത്രങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 10 വാക്യത്തിലേക്ക് വരുമ്പോൾ നാം എല്ലാവരും, അതിൻ്റെ അവസാന ഭാഗം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. നമുക്ക് ഉള്ള ഒരു ഭയനിർദ്ദേശം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഈ പ്രിയമുള്ളവരുടെ അനുഭവത്തിലേക്ക് നാം ആയിരിക്കുമ്പോഴും നമുക്കുള്ള ചില ഭയനിർദ്ദേശങ്ങളുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പ് ഒരുപക്ഷെ നാം ശിക്ഷിക്കപ്പെടുവാനായിട്ട് ആയിരിക്കുകയില്ല, എന്നാൽ മറിച്ച് ഒരു പ്രതിഫലം പ്രാപിപ്പാനായിട്ട് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലും ദൈവം ഒരുക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ബാക്കി വച്ചിട്ടുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. ആ രീതിയിൽ വരുന്ന ആളുകളിൽ നാം കർത്താവിന്റെ ആ ഹിതപ്രകാരം പ്രയോജനപ്പെട്ട് അവനിൽ നിന്ന് വേണ്ട രീതിയിലുള്ള അത്തരത്തിലുള്ള റിവാർഡ്സ് പ്രാപിക്കുവാനായിട്ട്, അത്തരത്തിലുള്ള കിരീടങ്ങൾ പ്രാപിപ്പാനായിട്ട്, അവനിൽ നിന്ന് അത്തരത്തിലുള്ള അനുഗ്രഹീതമായ പ്രതിഫലങ്ങൾ പ്രാപിപ്പാനായിട്ട്, ഒരുക്കപ്പെട്ടവരായി ജീവിപ്പാനായിട്ട് നമുക്ക് നമ്മെ തന്നെ കരുതേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ഒരു ജീവിത ലക്ഷ്യം, പുതിയ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കണം എന്നുള്ളത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അതിന്റെ 15 വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്,
15-ാം വാക്യം മുഴുവനായിട്ട് ഞാൻ വായിക്കട്ടെ. ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ജീവിക്കുന്നവർ എങ്ങനെ ജീവിക്കണം? ഇനിമേൽ നാം, അതായത് ക്രിസ്തുവിൽ ജീവിക്കുന്നവർ, ലോകത്തിൽ ജീവിക്കുന്നവർ എന്നുള്ളതല്ല, ക്രിസ്തുവിൽ ജീവിക്കുന്നവർ ക്രിസ്തുവിനായി ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്നുള്ളത് ഇവിടെ നാം കാണുന്നു. മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ ആകത്തുക എന്താണ് എന്നുള്ളത് ഒന്ന് റീഡിഫൈൻ ചെയ്യുവാനായിട്ട് തീർച്ചയായും ഈ വാക്യം നമ്മെ ഉപകരിച്ചെങ്കിൽ വളരെ നന്നായിരുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താകണം? നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താകണം? നാം മുമ്പിൽ വെക്കുന്ന ജീവിത ലക്ഷ്യം എന്താകണം? നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്തായിരിക്കണം എന്നുള്ളത് നാം ഒന്ന് ഒരാവത്തെ ചിന്തിക്കുകയും ആവശ്യമാണെങ്കിൽ അതൊന്ന് റീഡിഫൈൻ ചെയ്യുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ആ രീതിയിൽ നമ്മെ വിളിച്ച് പ്രിയമുള്ളവർ എന്നുള്ള അവസ്ഥയിലേക്ക് ആക്കി വെച്ച കർത്താവിൻ്റെ ഹിതത്തിനനുസരിച്ച് നമ്മെ തന്നെ ഒന്ന് വീണ്ടും പുനഃക്രമീകരിക്കുവാനായിട്ട് ദൈവം വരുന്ന ആളുകളിൽ നമ്മെ ഇടയാക്കട്ടെ. ആ രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയിലേക്കാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് വിളിച്ച് ആക്കപ്പെട്ടവരെ കുറിച്ചാണ് നാം ആദ്യം വായിച്ച ഭാഗത്ത് തുടർന്ന് പൗലോസ് അപ്പോസ്തലൻ വിവരിക്കുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് നമുക്ക് വേണ്ടി നൽകപ്പെട്ട അനുഗ്രഹീതമായ അനേക വാഗ്ദത്തങ്ങളെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്ന അനേക കാര്യങ്ങളെ നമുക്ക് ഈ പുസ്തകത്തിലും അല്ലെങ്കിൽ വേദപുസ്തകത്തിലെ വിവിധ താളുകളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് വളരെ അധികമാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. എത്രയോ അനുഗ്രഹീതമായ എത്രയോ വിലയേറിയ ഒരു വാഗ്ദത്തമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. കൂടാരമായ നമ്മുടെ ഭൗമഭവനം അഥവാ ഈ ശരീരം അഴിഞ്ഞു പോയാൽ നമുക്ക് കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം നമുക്ക് ഉണ്ട് എന്ന് മാത്രമല്ല, അത് സ്വർഗത്തിലുണ്ട്. സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥാനമാണ്. അത്തരത്തിലുള്ളതാണ് നമ്മുടെ വലിയ വാഗ്ദത്തം. ആ വാഗ്ദത്തത്തിന്റെ വലിപ്പം, ആ വാഗ്ദത്തത്തിന്റെ ആഴം, അതിന്റെ ഘനം അത്തരത്തിലാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നമുക്ക് ഇത്തരത്തിലുള്ള അനേക വാഗ്ദത്തങ്ങൾ ഈ പുസ്തകത്തിലും അല്ലെങ്കിൽ വിവിധ തലങ്ങളിലും കാണുവാനായിട്ട് കഴിയും. 4-ാം അധ്യായം 9-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിൽ പ്രത്യേകിച്ച് ഉപദ്രവം അനുഭവിക്കുന്ന സന്ദർഭങ്ങൾ കൂടി നാം കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ ഒരുപക്ഷെ ദൈവം അനുവദിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ നാം വീണ് കിടക്കുന്ന ഒരവസ്ഥ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നാം അറിയാത്ത കാര്യങ്ങളിൽ നാം ഉപദ്രവം അനുഭവിക്കുന്നവരാണ്. പലപ്പോഴും നാം അറിയാത്ത കാര്യങ്ങൾ, നമുക്കെതിരെ പറയുന്ന കാര്യങ്ങൾ നാം പലപ്പോഴും കാണാറുണ്ട്, കേൾക്കാറുണ്ട്, മറ്റുള്ളവർ പറഞ്ഞ് നാം അറിയാറുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നാം ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് വേണ്ടി നൽകപ്പെട്ട വലിയ വാഗ്ദത്തങ്ങളുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള മിനിസ്ട്രികൾ നടത്തുന്ന സഹോദരന്മാർക്ക് അത് കൂടുതൽ മനസ്സിലാക്കുവാനും അറിയുവാനും കഴിയുന്ന ഒരു കാര്യമാണ്. നാം ഉദ്ദേശിക്കാത്ത ആരോപണങ്ങൾ അല്ലെങ്കിൽ നാം ഉദ്ദേശിക്കാത്ത കാര്യങ്ങളായിരിക്കും പലപ്പോഴും പലരും പറഞ്ഞു പരത്തുന്നത് അല്ലെങ്കിൽ പറഞ്ഞു പരത്തുവാൻ ശ്രമിക്കുന്നത്. അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നാം മനം തളർന്നു പോകാതെ കർത്താവ് നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ ഉറച്ചു നിന്ന് ധൈര്യമായി മുൻപോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. നമുക്ക് വേണ്ടി വാക്ക് പറഞ്ഞവനായ ഒരു കർത്താവുണ്ട് എന്നുള്ളത് നമ്മുടെ ധൈര്യമാണ്, നമ്മുടെ ഉറപ്പാണ്. നാം ഏത് സാഹചര്യത്തിൽ കൂടി കടന്നു പോയാലും, നാം വായിക്കുന്നുണ്ടല്ലോ, ഞാൻ വെള്ളത്തിൽ കൂടി കടക്കേണ്ടി വന്നാലും അതെൻ്റെ മേൽ കവിയുകയില്ല, ഞാൻ തീയിൽ കൂടി കടക്കേണ്ടി വന്നാലും അത് ഞാൻ വെന്തുപോവുകയില്ല, അതിനെ വെന്തുപോകുന്ന അനുഭവത്തിലേക്ക് താളടിയായി പോകുവാനായിട്ട് അനുവദിക്കുകയില്ല. അവിടെയൊക്കെയും നമ്മെ നടത്തുന്ന, നമ്മെ കൈപിടിച്ച് നടത്തുന്ന, നമ്മുടെ കരം പിടിച്ച് നമുക്ക് ആശ്വാസമായിരിക്കുന്ന ഒരു കർത്താവുണ്ട്, നമ്മുടെ ഒപ്പമുണ്ട്, നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആ രീതിയിൽ വരുന്ന ആളുകളിലും തീർച്ചയായും ഈ വാഗ്ദത്തങ്ങൾ, വാക്ക് പറഞ്ഞവൻ വാക്ക് മാറാത്തവനാണ് എന്നുള്ള ഉറപ്പിൽ, ധൈര്യത്തിൽ നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയും. 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് തുടർന്നും വായിക്കുന്നത്: കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോട് കൂടെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയും. ഞാൻ വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന
ഒരുക്കിയിരിക്കുന്ന, നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു ഉയർപ്പിന്റെ നാളിനെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. കർത്താവിനെ ഉയർപ്പിച്ചവൻ തീർച്ചയായും യേശുവോടുകൂടെ നിങ്ങളെയും ഞങ്ങളെയും ഒരുമിച്ച് ഉയർപ്പിച്ച് അവന്റെ സന്നിധിയിൽ, തിരുസന്നിധിയിൽ മഹത്വത്തോടെ നിർത്തും എന്നുള്ള വലിയ ഒരു വാഗ്ദത്തം നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് എത്രയോ അനുഗ്രഹീതമായ ഒരവസ്ഥയാണ്, അനുഗ്രഹീതമായ ഒരു പ്രോമിസാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളത് നാം ഒരു കാരണവശാലും മറന്നു പോകരുത്. എത്രയോ അനുഗ്രഹീതമായ ഒരു അനുഭവം നമുക്ക് വേണ്ടി ദൈവം ബാക്കി വെച്ചിട്ടുണ്ട്, മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളത് നാം ഒരു കാരണവശാലും മറന്നു പോകരുത്. ആ വാഗ്ദത്തങ്ങൾ ഉറച്ച്, ആ വാഗ്ദത്തങ്ങൾ പിടിച്ച് നമുക്ക് മുൻപോട്ട് പോകാൻ 17-ാം വാക്യത്തിലേക്ക് തുടർന്ന് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകും. നമുക്ക് പലപ്പോഴും കഷ്ടത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകാം, നമുക്ക് പലപ്പോഴും എതിർപ്പുകളുടെ അനുഭവങ്ങൾ ഉണ്ടാകാം, നമുക്ക് പലപ്പോഴും ദുർഘടമായ സന്ദർഭങ്ങളെ തരണം ചെയ്യേണ്ട സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അത് തീർച്ചയായും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അനുവദിക്കുന്നതാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. തീർച്ചയായും നമ്മെ കൂടുതൽ ബലത്തോടെ നിർത്തുവാൻ, നമ്മെ കൂടുതൽ ശക്തിയോടെ മുൻപോട്ട് നയിക്കുവാൻ, നമ്മെ കൂടുതൽ ദൈവനാമ മഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടുത്തുവാനായിട്ട് അത് തീർച്ചയായും പ്രയോജനപ്പെടേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ ആ രീതിയിൽ നാം മുൻപോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. അതിനെക്കുറിച്ച് തീർച്ചയായും നാം വായിക്കുന്നത് നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം എന്നാണ്. ആ രീതിയിൽ ദൈവനാമ മഹത്വത്തിനായിട്ട് ആ കഷ്ടത്തിന്റെ ആ അനുഭവത്തിന്റെ വലിപ്പം വളരെ കുറവാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം, അതിന് ഒരു ഉദ്ദേശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആത്യന്തികമായ അതിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ അനുഭവം എന്നുള്ളത് അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു എന്നുള്ളതാണ്. ആ രീതിയിൽ നമുക്കുള്ള കഷ്ടം വളരെ ലഘുവാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുവാനായിട്ട്, നമുക്ക് ആ രീതിയിൽ മുൻപോട്ട് പോകുവാനായിട്ട്, നമുക്ക് ആ വരുവാനുള്ള തേജസ്സിന്റെ ഘനം എന്തെന്ന് തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകുവാനായിട്ട് വരുന്ന ആളുകളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിന്റെ 2-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പിന്നെയും ഒരു പ്രയോഗം കൂടെ ഇവിടെ കാണുവാനായിട്ട് കഴിയും. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും ഞങ്ങളെ കൊണ്ട് എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. എത്രയോ അനുഗ്രഹീതമായ ഒരവസ്ഥയാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നാം മറന്നു പോകരുത്. നമ്മെ എപ്പോഴും ജയോത്സവമായി നടത്തുവാൻ കഴിവുള്ളവനായ ഒരു ദൈവം, കഴിവുള്ളവൻ എന്ന് മാത്രമല്ല, അത്തരത്തിൽ നമ്മെ നടത്താമെന്ന് വാക്ക് പറഞ്ഞവനായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. അവൻ നമ്മെ നടത്തും എന്ന് മാത്രമല്ല, ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവം. എത്രയോ അനുഗ്രഹീതമായ ഒരു അവസ്ഥയെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത് എന്നുള്ളത് നാം മറന്നു പോകരുത്. നാം ദൈവഹിത പ്രകാരം ദൈവകരങ്ങളിൽ നമ്മെ തന്നെ പരമേൽപ്പിക്കുകയും വിട്ടുകൊടുക്കുകയും ദൈവഹിതത്തിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മെ ഓരോരുത്തരെയും കൊണ്ട് ദൈവം തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. എത്രയോ അനുഗ്രഹീതമായ, എത്രയോ ഉന്നതമായ ഒരു അവസ്ഥയാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വരച്ചു കാട്ടുന്നത് എന്ന് നാം മനസ്സിലാക്കണം. നമ്മെ ജയോത്സവമായി നടത്തുക മാത്രമല്ല, അവന്റെ പരിജ്ഞാനത്തിന്റെ വാസന മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാനായി നമ്മെ പ്രയോജനപ്പെടുത്തും എന്നുള്ളത് എത്രയോ അനുഗ്രഹീതമായ ഒരു കാര്യമാണ്. ആ രീതിയിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹീതമായ അവസ്ഥകളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇത്തരത്തിലുള്ള അനുഗ്രഹീതമായ ഒരവസ്ഥയാണ്, അഥവാ അത്തരത്തിലുള്ള അനുഗ്രഹീതമായ വാഗ്ദത്തങ്ങളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളത് നാം ഒരു കാരണവശാലും മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. നമുക്ക് ആണ് ഇത്തരത്തിലുള്ള വാഗ്ദത്തങ്ങൾ ഉള്ളത് എന്നുള്ളത് നാം മറക്കരുത്. നാം പ്രിയമുള്ളവരാണ്, വാഗ്ദത്തങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഇത് വളരെ വ്യക്തിപരമായ നിലയിൽ നമുക്ക് നൽകപ്പെട്ടുള്ളതാണ് എന്നുള്ളതും നാം മറന്നു പോകരുത്. ഒരു പേഴ്സണൽ പ്രോമിസ് ആയിട്ട് ഇതിരിക്കുന്നു. ഒരു വ്യക്തിബന്ധത്തിന്റെ ദൃഢത ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മെ ദൈവം വിളിച്ചത് വ്യക്തിപരമായ നിലയിലാണ്. ആ വ്യക്തിബന്ധത്തിന്റെ ഇഴയടുപ്പം ഈ കാര്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 21-22 വാക്യങ്ങൾ നാം ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്. നാം
ഒന്നാം അധ്യായത്തിന്റെ 21-22 വാക്യങ്ങൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. നമ്മെ അഭിഷേകം ചെയ്തത്, നമ്മെ വിളിച്ചത് ഈ ദൈവമാണ്. അവനാണ് ക്രിസ്തുവിൽ നമ്മെ ഉറപ്പിക്കുന്നത്, അവനാണ് നമ്മെ അഭിഷേകം ചെയ്തത്. തന്നെയുമല്ല, ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ അവൻ തന്നുമിരിക്കുന്നു. എത്രയോ അനുഗ്രഹീതമായ ഒരു വ്യക്തിബന്ധത്തിന്റെ അനുഭവമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മെ വിളിച്ചവൻ അവനാണ്. നമ്മെ ഈ ശുശ്രൂഷയിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു അനുഭവത്തിലേക്ക് വിളിച്ചത്, ഈ പുത്രത്വത്തിലേക്ക് വിളിച്ചത് അവനാണ്. അവനാണ് നമ്മെ അഭിഷേകം ചെയ്ത് ഈ നിലയിൽ നിലനിർത്തിയിരിക്കുന്നത്. അവനാണ് നമ്മെ മുദ്രയിട്ടത്. ആത്മാവിന്റെ അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നത് അവനാണ്. നമുക്കുള്ളത് ഒരു വ്യക്തിപരമായ ബന്ധമാണ്. പിതൃപുത്ര ബന്ധം എന്നുള്ളത് വളരെ വ്യക്തിപരമായ ഒരനുഭവമാണ്. ഒരു കോമൺ കോസ് എന്നുള്ളതിനപ്പുറത്തായിട്ട് ഒരു വ്യക്തിബന്ധത്തിൽ അധിഷ്ഠിതമായ ഒരനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അതിന്റെ 2-3 വാക്യങ്ങൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. മനസ്സൊലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തും. എത്രയോ വ്യക്തിപരമായ, എത്രയോ അനുഗ്രഹീതമായ ഒരു വ്യക്തിബന്ധത്തിന്റെ ചിത്രമാണ് നമുക്കവിടെ കാണുവാനായിട്ട്. ഒന്ന്, നമ്മുടെ പിതാവായ ദൈവം, നമ്മുടെ മനസ്സലിവുള്ള പിതാവ്, സർവാശ്വാസവും നൽകുന്ന ദൈവം. എത്രയോ അനുഗ്രഹീതമായ പദപ്രയോഗങ്ങളാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം. എത്രയോ അനുഗ്രഹീതമായ ഒരു ബന്ധം, എത്രയോ അനുഗ്രഹീതമായ ഒരവസ്ഥ, എത്രയോ അനുഗ്രഹീതമായ ആ വ്യക്തിബന്ധത്തിന്റെ ഇടയെടുപ്പം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അത്തരത്തിലുള്ള അനുഭവത്തിലാണ് നമ്മുടെ കർത്താവ് നമ്മെ വിളിച്ച് ആക്കിയിരിക്കുന്നത് എന്നുള്ളത് നാം മറന്നു പോകരുത്. അത്തരത്തിൽ ആ അനുഭവത്തിലേക്ക് നാം വിളിച്ച് ആക്കപ്പെട്ടിരിക്കുമ്പോൾ തീർച്ചയായും നമ്മെ വിട്ടുകളയുന്നവനല്ല നമ്മുടെ കർത്താവ് എന്നുള്ളത് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയും. നാം പലപ്പോഴും ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ പലപ്പോഴും നാം ദുർഘടമായ പാതകൾ തരണം ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അനുകൂലമല്ലാത്ത, നമുക്ക് ഹിതകരമല്ലാത്ത അനുഭവങ്ങൾ കൂടി കടന്നു പോകുവാനായിട്ട് പലപ്പോഴും ദൈവം നമ്മെ അനുവദിക്കാറുണ്ട്. അവിടെയൊക്കെയും ബലപ്പെടുത്തുകയും നമ്മെ ഓർമ്മിപ്പിക്കുകയും നമ്മെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വാക്യം പൗലോസ് അപ്പോസ്തലൻ ഇതേ പുസ്തകത്തിൽ തന്റെ ജീവിതാനുഭവത്തോടുള്ള ബന്ധത്തിൽ പറയുന്നത് നാം വളരെ സാധാരണമായി ഇതോടനുബന്ധിച്ച് അല്ലെങ്കിൽ നാം കേൾക്കുകയും വായിക്കുകയും ചെയ്യാറുള്ള കാര്യമാണ്. 12-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്: അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. പൗലോസിനോടുള്ള ബന്ധത്തിൽ വ്യക്തിപരമായ ഒരു വെളിപ്പാട് തന്റെ ശാരീരിക ബുദ്ധിമുട്ടുകളോടുള്ള ബന്ധത്തിലാണ് എന്ന് നാം മനസ്സിലാക്കുന്നുവെങ്കിൽ പോലും ഇത് നമ്മുടെയും ജീവിതാനുഭവമായി തീർച്ചയായും ഇരിക്കുന്നു എന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. പൗലോസിന്റെ വ്യക്തിപരമായ അനുഭവം നമ്മുടെയും ജീവിതാനുഭവം തന്നെയാണ്. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അതും വളരെ വ്യക്തിപരമായ ഒരു ബന്ധം, അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു പദപ്രയോഗം, വ്യക്തിപരമായ ഒരു റിലേഷൻഷിപ്പ് ആണ് നമുക്കവിടെ കാണുവാനായിട്ട്. എന്റെ കൃപ നിനക്ക് മതി, 1-to-1 റിലേഷൻഷിപ്പാണ് നമുക്കവിടെ കാണുന്നത്. എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അത്തരത്തിൽ നമുക്ക് ശക്തി പകരുവാൻ കഴിയുന്നവൻ എന്ന് മാത്രമല്ല, ശക്തി പകരുന്നവനായിട്ടാണ് നമ്മുടെ കർത്താവ് ആയിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ബന്ധമാണ് നമുക്കുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ വാക്യത്തിൽ കാണുവാനായിട്ട്. ഈ പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ വ്യക്തിപരമായ അനുഭവം ഇതാണ്. നാം പ്രിയമുള്ളവരാണ്, നാം വാഗ്ദത്തം ലഭിച്ചവരാണ്. നമുക്ക് തന്നെയുമല്ല, ഇത് വളരെ വ്യക്തിപരമായ ഒരു അനുഭവമാണ് എന്നുള്ളത് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയും. തുടർന്നാണ് ആ വാക്യത്തിന്റെ ഒരു ഓപ്പറേറ്റീവ് പാർട്ടായിട്ട് അതിന്റെ വ്യക്തമായ ഭാഗം നമുക്ക് തുടർന്ന് വായിക്കുവാനായിട്ട്, അതാണ് ശരിക്കും വിശദമായി നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയേണ്ടത്, അല്ലെങ്കിൽ കഴിയുന്ന ഒരു വിഷയമാണ്. നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മിഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു. അതിൻ്റെയും ഓരോ വാക്കുകളും എടുത്ത് നാം വളരെ വിശദമായി നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. നമ്മുടെ ജഡത്തിലെ ആ അനുഭവങ്ങൾ, നമ്മുടെ ജഡത്തിലെ ആ ഒരു ക്ലീനിങ് പ്രോസസ്, അല്ലെങ്കിൽ ആ ഡിഫൈൽമെന്റ് ഓഫ് ഫ്ലഷ് എന്നുള്ളത് നാം എങ്ങനെ കരുതിക്കൊള്ളണം, നമ്മുടെ എക്സ്റ്റേണൽ പ്യൂരിറ്റിയെ നാം എങ്ങനെ കരുതിക്കൊള്ളണം, നമ്മുടെ പുറത്തുള്ള ശരീരത്തിന്റെ ആ ഒരവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ജഡീകമായ ശരീരത്തെ നാം എത്തരത്തിൽ, ഏതൊക്കെ തലത്തിൽ, നമുക്ക് അനേക കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് കഴിയും.
വളരെ വിശദമായി നാം മനസ്സിലാക്കുന്ന അനേക തലങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് കഴിയും. നമ്മുടെ ഔട്ട്വേർഡ് ആക്ഷൻസ്, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും നമുക്ക് ചേർത്ത് ചിന്തിക്കുവാനായിട്ട് കഴിയും. ഓൾ സ്പിയേഴ്സ് ഓഫ് അവർ ലൈഫ് വി ക്യാൻ ഇവാലുവേറ്റ്. തന്നെയുമല്ല, അതിനെ നമുക്ക് പരിശുദ്ധിയിൽ സൂക്ഷിക്കേണ്ടതിന് ആവശ്യകത എന്താണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാം ഇപ്പോൾ പാടിയ ആ 491 ഗാനം പ്രിയ സഹോദരൻ ജെയിംസ് സഹോദരൻ നമുക്ക് വേണ്ടി പാടിയ ആ പാട്ടിന്റെ അവസാനത്തെ വാചകം നാം ഇങ്ങനെയാണ് വായിച്ചത്, അല്ലെങ്കിൽ അവസാനത്തെ പദം ഇങ്ങനെയാണല്ലോ പാടിയത്: ലോകത്തിൽ ആശ്രയിച്ചും ഭോഗത്തിൽ ആശ വെച്ചും പോകുന്നവരെല്ലാം, ഇന്ന് പോകുന്നവരെല്ലാം വേകുന്ന തീക്കടലിലാകുന്ന നേരം അതിൽ ആനന്ദമാണ് നമ്മൾക്ക് ആനന്ദം. എത്രയോ സങ്കടകരമായ ഒരവസ്ഥയാണ് അത്തരത്തിൽ പോകുന്നവരെ കുറിച്ച് അവിടെ പാട്ടുകാരൻ പ്രിയ കത്തീസിൽ വിശ്രമിക്കുന്ന ശമുവേൽ സാർ പാടിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ലോകത്തിൽ ആശ്രയിച്ച് ഭോഗത്തിൽ ആശ വച്ച് പോകുന്നവർ, ഇന്ന് ആ രീതിയിൽ പോകുന്നവർ വേകുന്ന തീക്കടലിലാകുന്ന ഒരനുഭവം. എന്നാൽ ക്രിസ്തുയേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരുന്ന നാം എത്ര ഭാഗ്യമുള്ളവർ. ആ രീതിയിൽ ലോകത്തിൽ ആശ്രയിക്കാതെ ഭോഗത്തിൽ ആശ വയ്ക്കാതെ നമ്മുടെ പുറത്തുള്ള മനുഷ്യനെ നാം കരുതിക്കൊള്ളുവാനായിട്ട് വരുന്ന ആളുകളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. ആത്മാവിലേക്ക് അന്വേഷണം നീക്കുക. നമ്മുടെ ഇൻവേർട്ട് തോട്ട്സ്, നമ്മുടെ മൈൻഡ്, നമ്മുടെ ആ ഒരു ആന്തരിക ആ വിശുദ്ധിയെ നമുക്ക് കാത്തു സൂക്ഷിക്കുവാനായിട്ട് കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ഇന്റൻഷൻസ് ഇൻ എവറി ആക്ഷൻസ്, നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും പിറകിലുള്ള ആ ഒരു ചേതോവികാരം എന്താണ്, നാം എന്തുദ്ദേശിച്ചാണ് ഇത് ചെയ്യുന്നത്, ആരുടെ മഹത്വത്തിനായിട്ടാണ് ഇത് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെ നാം വളരെ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അവർ മൈൻഡ് സെറ്റ് ഈവൻ ഇൻ സ്പിരിച്വൽ മാറ്റേഴ്സ്, നമ്മുടെ ആത്മീയ കാര്യങ്ങളിൽ പോലും നാം വളരെ ഉത്സാഹത്തോടെ ഇടപെടുമ്പോൾ അതിൻ്റെ പിറകിലുള്ള ചേതോവികാരം എന്താണ്, അതിന് നമ്മെ നയിക്കുന്ന താല്പര്യം എന്താണ് എന്നുള്ളത് നാം സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ഇന്റേണൽ പ്യൂരിറ്റി എന്നുള്ളത് വളരെ ആവശ്യമാണ്. നമ്മുടെ ഇൻവേർട്ട് തോട്ട്സ്, നമ്മുടെ മൈൻഡിന്റെ ഇൻവേർട്ട് തോട്ട്സ് വളരെ വ്യക്തമായി അകംപുറം അറിയുന്നവനായ ഒരു കർത്താവിന്റെ സന്നിധാനത്തിലാണ് നാം ആയിരിക്കുന്നത്. അവനുമായിട്ടാണ് നമുക്ക് കാര്യം തീർക്കുവാനുള്ളത്. അവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുവാനായിട്ട് ഇടയാകേണ്ടത് വളരെ ആവശ്യമാണ്. റോമാലേഖനത്തിൽ നാം വളരെ സാധാരണമായി വായിക്കാറുള്ളതാണല്ലോ. 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്: നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. നമ്മുടെ ജീവിതങ്ങളെ ആ രീതിയിൽ നമുക്ക് സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. ആ രീതിയിൽ നമുക്ക് തുറന്ന് ആ വാക്യത്തിൽ ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. സകല കന്മഷവും നീക്കുക. നമുക്ക് നാം ഒരു അബ്സ്റ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ അബ്സ്റ്റെയിൻ ചെയ്യുവാൻ, നാം ക്ലീൻ ചെയ്യേണ്ട കാര്യങ്ങൾ ക്ലീൻ ചെയ്യുവാൻ, നമ്മുടെ വിശുദ്ധിയെ സൂക്ഷിക്കുവാനായിട്ട്, നാം നീക്കിക്കളയേണ്ട കാര്യങ്ങളെ നീക്കിക്കളയുവാനായിട്ട് നാം വളരെ ഉത്സാഹിക്കേണ്ടത് വളരെ ആവശ്യമാണ്. സമയത്തിന്റെ പരിമിതി മൂലം ഒന്നും വിശദമാക്കുവാനായിട്ടെങ്കിൽ വിശദീകരിക്കുവാനായിട്ട് എനിക്ക് സാവകാശമില്ലല്ലോ. ഞാൻ ആ രീതിയിൽ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. നാം നീക്കേണ്ട കാര്യങ്ങളെ നീക്കുവാൻ നമ്മുടെ ഒരു ക്ലീനിങ് പ്രോസസ്, ഒരു കണ്ടിന്യൂസ് ക്ലീനിങ് പ്രോസസ് നമുക്ക് കാണുവാൻ, നമ്മെ തന്നെ വെടിപ്പാക്കുക എന്ന് പറയുമ്പോൾ അതിൽ നമുക്കുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു കണ്ടിന്യൂസ് പ്രോസസ്, ഒരു റെഗുലർ പ്രോസസ്. നാം ദിനം പ്രതി ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് ദൈവവുമായി നാം എങ്ങനെയായിരിക്കുന്നു, നമ്മുടെ ബന്ധത്തിൽ എങ്ങനെയായിരിക്കുന്നു, നമ്മുടെ ജീവിതത്തിലുള്ള പരാജയങ്ങൾ എന്താണ്, നമ്മുടെ ജീവിതത്തിലുള്ള വീഴ്ചകൾ എന്താണ്, നാം ദൈവവചനത്തിന്റെ മുമ്പിലിരുന്ന് നാം അത് പരിശോധിക്കുകയും പ്രാർത്ഥനയിൽ അവനോടുകൂടെ സമയം ചെലവഴിച്ച് നമ്മെ തന്നെ ക്രമീകരിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മെ തന്നെ വെടിപ്പാക്കുവാനായിട്ട്, ആ കണ്ടിന്യൂസ് പ്രോസസ്സിൽ നമ്മെ തന്നെ നിലനിർത്തുവാനായിട്ട് ദൈവം നമ്മെ ഇടയാക്കട്ടെ. നാം തുടർന്ന് വായിക്കുന്നത് ദൈവ ഭയത്തിൽ ഒരു ബന്ധത്തിന്റെ ആ റൂട്ട് കോസ് എന്താണ്, അല്ലെങ്കിൽ ഒരു അബ്സല്യൂട്ട് ഫിയർ ഓഫ് ഗോഡ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവഭയത്തിലായിരിക്കണം നാം ഇത് ചെയ്യേണ്ടത്. നാം ദൈവവുമായുള്ള നമ്മുടെ അനുഗ്രഹീതമായ ബന്ധം നമ്മെ തീർച്ചയായും ആ ഭയത്തിൽ നമ്മെ നിർത്തുകയും നമ്മെ ബലപ്പെടുത്തുകയും നമ്മെ നിലനിർത്തുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ആ വ്യക്തിബന്ധത്തിന്റെ ആഴത്തിൽ നിന്ന് വരുന്ന ആ ദൈവഭയം നമ്മെ ഭരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെയാണ് നാം വിശുദ്ധിയെ തികയ്ക്കേണ്ടത്. വിശുദ്ധിയെ തികയ്ക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞതുപോലെ ആ ബന്ധത്തിൽ നിന്ന് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അവരുമായുള്ള ബന്ധത്തിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ്, നിലവാരം, അവന്റെ ബെഞ്ച് മാർക്ക് എന്താണെന്ന് മനസ്സിലാക്കി ആ വിശുദ്ധിയെ തികയ്ക്കുവാനായിട്ട്, ശുദ്ധീകരണത്തിന്റെ അനുഭവത്തിൽ നയിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുന്നില്ല എന്നാണ്, കർത്താവിനെ കാണുകയില്ല എന്നാണ് എബ്രായ ലേഖനത്തിന്റെ 12-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമുക്ക് വളരെ വിശദമായി പഠിക്കുവാനും വളരെ വിശദമായി ചിന്തിക്കുവാനും കഴിയുന്ന ഒരു ഭാഗമാണ്. നമ്മെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധത കാക്കുവാനായിട്ട്, വിശുദ്ധരാകുവാനായിട്ടാണ്
പത്രോസ് അപ്പോസ്തലൻ നമ്മെ 1-ാം ലേഖനത്തിൽ ഉത്ബോധിപ്പിക്കുന്നത്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. അതാണ് കർത്താവ് അതിന് വെച്ചിരിക്കുന്ന ബെഞ്ച് മാർക്ക്. ലേവ്യ പുസ്തകത്തിന്റെ 15-ാം അധ്യായത്തിൽ നിന്ന് പത്രോസ് അപ്പോസ്തലൻ ഉദ്ധരിക്കുന്ന ഭാഗം അതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവാൻ. അവിടെ പറഞ്ഞിരിക്കുന്ന കാരണം, ലേവ്യ പുസ്തകത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ പറഞ്ഞിരിക്കുന്ന കാരണം ഇതാണ്: ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് നിങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച യഹോവയാകുന്നു. അതാണ് അതിന് കാരണം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വിശുദ്ധനായിരിക്കണമെന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. നിങ്ങളെ ഈ മിസ്രയീമിൽ നിന്ന്, അഥവാ മിസ്രയീമ്യ പാപത്തിന്റെ അടിമത്വത്തിന്റെ അനുഭവത്തിൽ നിന്ന് വിടുവിച്ച് നമ്മെ ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് അതാണ് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്. അവിടെ നിന്ന് നമ്മെ പുറപ്പെടുവിച്ച് അനുഗ്രഹീതമായ ഒരു അവസ്ഥയിലാക്കി വെച്ചിരിക്കുന്ന ദൈവം എന്ന യഹോവ ഞാനാകുന്നു. അതുകൊണ്ട് ആ വിശുദ്ധിയെ നിങ്ങളും കരുതേണ്ടത് ആവശ്യമാണ്. പേർപ്പസ് ഓഫ് അവർ ഡെലിവറൻസ്, നമ്മെ വിടുവിച്ചതിന്റെ ഉദ്ദേശം അതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് അവന്റെ ആ ഒരു പേർപ്പസിന് അനുസരിച്ച് ജീവിക്കുവാനുണ്ട്. ഇൻ ലൈൻ വിത്ത് ദിസ് പേർപ്പസ് വി ഹാവ് ടു ലീവ് അവർ ലൈഫ്, വി ഹാവ് ടു ലീഡ് അവർ ലൈഫ്. നമ്മുടെ ജീവിതം ആ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവം നമ്മെ ഇടയാക്കട്ടെ. ആ രീതിയിൽ നമ്മെ വിശുദ്ധിയെ തികയ്ക്കുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. എത്രയോ അനുഗ്രഹീതമായ ഒരു അവസ്ഥയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, അഥവാ എത്രയോ അനുഗ്രഹീതമായ ഒരു അനുഭവത്തിലേക്കാണ് ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നത് എന്നുള്ളത് നമ്മെ ഓർപ്പിക്കുവാനായിട്ട് ആ രീതിയിൽ ദൈവം അനേക ഭാഗങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. വാക്യം കൂടെ വായിച്ച് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം, സമയം കടന്നുപോയി എന്നുള്ളത് എനിക്കറിയാമെങ്കിൽ നാം മീഖ പ്രവചനത്തിന്റെ 6-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. ബുക്ക് ഓഫ് മൈഖ ചാപ്റ്റർ 6 and verse 8. മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപരനായിരിക്കുവാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ആ രീതിയിൽ നാം ദൈവം നമ്മോട് ചോദിക്കുന്ന കാര്യങ്ങളിൽ നമ്മെ തന്നെ താഴ്ത്തുവാൻ, അവന്റെ ഹിതപ്രകാരം അവന്റെ പേർപ്പസ് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് നമ്മെ തന്നെ ക്രമീകരിപ്പാൻ, അതുമായിട്ട് നമുക്ക് അലൈൻ ചെയ്യുവാനായിട്ട് വരുന്നാളിൽ ദൈവം നമ്മെ ഇടയാക്കട്ടെ. നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപരനായിരിക്കുവാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുക? യഹോവ നമ്മോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് യഥാർത്ഥമായ രീതിയിൽ തിരിച്ചറിഞ്ഞ് നമ്മുടെ വിശുദ്ധിയെ തികച്ചുകൊണ്ട് അവന്റെ ഹിതപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് മുൻപോട്ട് പോകുവാൻ വരുന്ന ആളുകൾ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായിട്ട് ദൈവം ആവശ്യമായ കൃപ നൽകട്ടെ. പ്രത്യേകിച്ച് ഈ അവകാശം ഒരുക്കിയ പ്രിയ സഹോദരന്മാരോട് ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ ഒരു ശനിയാഴ്ചയും നമുക്ക് സന്തോഷത്തോടെ ദൈവത്തിന്റെ വചനം കേൾക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കുവാനും തക്കവണ്ണം ദൈവം ഒരു സാവകാശം തന്നത് ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് പ്രിയ സഹോദരൻ ജെയിംസ് ഡാനിയൽ മൂലം നമുക്കിന്ന് കേൾപ്പാൻ ദൈവം ഇടവരുത്തിയത്. ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിപ്പാനും മാത്രമല്ല വിശ്വാസ ജീവിതം വളരുവാൻ വേണ്ടി ആ പത്തനാപുരം സഭയിലെ, അതായത് കലഞ്ഞൂർ സഭയിലെ അനേക ദൈവദാസന്മാരെ ദൈവം എടുത്ത് ഉപയോഗിച്ച കാര്യം എല്ലാം നാം കേൾക്കുകയുണ്ടായി. അതിന്റെ ഫലമെന്ന് പറയുന്നത് കർത്തദാസൻ എവിടെല്ലാം ചെന്നു അവിടെല്ലാം ദൈവത്തിന്റെ സാക്ഷിയായിട്ട് നിൽപ്പാൻ തക്കവണ്ണം ദൈവം ഇന്നും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. അനേക സ്ഥലങ്ങളിൽ ജോലി ചെയ്യുവാനും അവസാനമായിട്ട് ഇപ്പൊ ദുബൈയിൽ ഉള്ള സഭയിൽ കർത്താവിനെ സാക്ഷിക്കുവാനും എല്ലാം ഇടവരുത്തുന്ന കാര്യങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എത്രയോ സന്തോഷമുള്ള ഒരു അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ നാം കേട്ടത്. ഒരു സാക്ഷ്യമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. നമ്മളെ കാണുന്നവർ യഥാർത്ഥമായിട്ട് ദൈവത്തിനെ കാണണം. അതാണ് നമ്മുടെ വിശ്വാസികളുടെ ദൈവം നമ്മൾ ഒരു വിശ്വാസിനെന്ന് ആഗ്രഹിക്കുന്നത് തന്നെയാണ്. നമുക്ക് വേണ്ടി ജീവൻ തന്ന് നമുക്ക് വേണ്ടി കാലൂരി ക്രൂശിൽ സ്വന്തം രക്തം ചിന്തി നമ്മളെ വീണ്ടെടുത്ത് കർത്താവിന്റെ സാക്ഷികളായിട്ട് ജീവിക്കുക എന്നുള്ളത് എത്രയോ സന്തോഷമുള്ള കാര്യമാണ്. അനേക കാര്യങ്ങൾ നാം കേട്ടു. എന്നാലും നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി നാം കേട്ടു. എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപായി ഒരു നാൾ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് വിശുദ്ധിയോടുകൂടി ജീവിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം ഏവർക്കും വിശുദ്ധിയോടുകൂടി ജീവിക്കാനുള്ള ആവശ്യമായ എല്ലാ കൃപകളും കർത്താവ് നമുക്ക് തരട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം പ്രിയ സഹോദരൻ ജെയിംസ് ഡാനിയൽ അവരുടെ ദൈവം എടുത്തു ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. വരും കാലങ്ങളിൽ ദൈവത്തിന്റെ ധാരാളമായിട്ടുള്ള മെസ്സേജുകൾ
ഇങ്ങനെയുള്ള അവസരങ്ങളിൽ കൊടുക്കുവാൻ വേണ്ടി ദൈവം ഇടവരുത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ കേട്ടതുപോലെ പ്രിയ മകൻ ജോവാൻ മൂലമാണ് ഈ പ്രിയ സഹോദരനെ പരിചയപ്പെടുവാനുള്ള അവസരം. വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു കടന്നു വന്ന് അതുപോലെ 2 ഗാനങ്ങൾ പാടി നമ്മളെ സഹായിച്ച ജെയിംസ് കൊടുതറ സഹോദരനോടുള്ള നന്ദിയും ഈ സമയത്ത് ഞങ്ങൾ അറിയിക്കുകയാണ്. ദൈവമെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് ഇതുപോലുള്ള കൂടുവാനുള്ള അവസരം ദൈവം നമുക്ക് തരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താണ് ഇപ്പോൾ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിനായിട്ട് കുവൈറ്റിലായിരിക്കുന്ന പ്രിയ സഹോദരൻ ജോയ് ജോൺ അവർ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു, അവിടുത്തെ നാമത്തെ ഉയർത്തുന്നു. അവിടുത്തെ മഹാദയയാൽ ഞങ്ങൾക്ക് ഒരു പകൽ കൂടെ ജീവിക്കുവാനും ഈ സന്ധ്യയെങ്കിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ മാധ്യമത്തിലൂടെ തിരുമുമ്പിൽ വരുവാൻ അവിടെ ഞങ്ങൾ അനുവദിച്ചതിനായ സ്തോത്രം. കഴിഞ്ഞ ചില വർഷങ്ങളായി ഈ കാൽവരിനാഥം മിനിസ്ട്രി പാടി സ്തുതിക്കാമെന്ന പ്രോഗ്രാമിലൂടെ അനേക എപ്പിസോഡുകൾ ചെയ്യുവാൻ കർത്താവ് ഇടയാക്കി. അനേകരുടെ ജീവിത സാക്ഷ്യങ്ങൾ, ഗാനങ്ങൾ, അതുപോലെ ദൈവത്തിൻ്റെ വചനത്തിലെ വിലയേറിയ ആലോചനകൾ കേൾക്കുവാൻ ഞങ്ങൾക്കിടയാക്കി. അതെല്ലാം എല്ലാ നിലകളിലും അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് കൃപ ചെയ്തു. ശുശ്രൂഷകൾ ചെയ്യുവാൻ ഓരോരുത്തരെയും ബലപ്പെടുത്തിയതിനായ സ്തോത്രം. ഈ സന്ധ്യയെങ്കിലും കർത്താവെ, അവിടുത്തെ ദാസന്മാരെ അങ്ങയുടെ ശുശ്രൂഷ ചെയ്യുവാൻ അവിടുന്ന് ബലപ്പെടുത്തിയതിനായ സ്തോത്രം. വിശേഷിച്ച് കർത്താവെ, UAE നിന്ന് പ്രിയ സഹോദരൻ ജെയിംസ് ദാനിയലിനും തൻ്റെ ജീവിത അനുഭവങ്ങളും ദൈവവചനത്തിലെ ആലോചനകളും പങ്കുവെക്കുവാനുള്ള കൃപ അവിടെ നൽകിയതിനായ സ്തോത്രം. ഞങ്ങൾ കൊരിന്ത്യർ ലേഖനത്തിൽ ചിന്തിച്ചതുപോലെ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുവാനുള്ളതായ ആഹ്വാനം ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾക്ക് നൽകിയതിനായ സ്തോത്രം. ഞങ്ങൾ ജീവിക്കുന്നതായ ഈ തലമുറയിൽ, ഈ അശുദ്ധി നിറഞ്ഞതായ ലോകത്തിൽ സാഹചര്യത്തിൽ കർത്താവെ, ഞങ്ങൾക്ക് ആന്തരികവും ബാഹ്യവുമായ ശുദ്ധീകരണത്തോടുകൂടെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്കിടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരും ഒരു നാളിൽ ആ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടുമെന്നുള്ളതായ ആ വിലയേറിയ സത്യം ഞങ്ങൾ പിന്നെയും ഓർമ്മിപ്പിച്ചതിനായി സ്തോത്രം. അങ്ങയുടെ ദാസനെ അവിടുന്ന് കൃപയിലേക്ക് നയിച്ചു. വിശ്വാസത്തിൽ വളരുവാൻ, നിലനിൽക്കുവാൻ, കർത്താവെ അങ്ങയുടെ ശുശ്രൂഷയിൽ പങ്കാളിയായി തീരുവാൻ അവിടുന്ന് ഇടയാക്കിയിരിക്കുന്നു. തൻ്റെ ജോലിയോടുള്ള ബന്ധത്തിലും കർത്താവിൻ്റെ മഹത്വത്തിനായി അവിടുന്ന് കുടുംബമായി അവരെ നിലനിർത്തുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. സ്റ്റേറ്റ്സിലായിരിക്കുന്ന മകനെയും കുടുംബത്തെയും ഞങ്ങൾ ഓർക്കുന്നു. അതുപോലെ കൂടെയായിരിക്കുന്ന പ്രിയ ജുവാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവനെയും സഹായിക്കണമേ. ശാരീരികമായ ക്ഷേമമില്ലാതിരിക്കുന്നല്ലോ, പ്രത്യേകമായ കൃപ അവിടുന്ന് നൽകണമേ. അവനും ദൈവം നൽകിയിരിക്കുന്ന താലന്തുകൾ ഈ പ്ലാറ്റ്ഫോമിലൂടെ ഉപയോഗിക്കുവാൻ അവിടുന്ന് കഴിഞ്ഞ നാളുകളിൽ ഇടയാക്കിയിട്ടുണ്ട്. അതോർത്ത് സ്തോത്രം. കർത്താവ്, പ്രിയ സഹോദരൻ ജെയിംസ് കൊടുന്തറയ്ക്കും അനുഗ്രഹീതമായ 2 ഗാനങ്ങൾ ആലപിക്കുവാനും അത് ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ അവിടുന്ന് ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. ഈ ശുശ്രൂഷയെ കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആദരിച്ചല്ലോ. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രിയ സഹോദരൻ സന്തോഷിനെയും പ്രിയ റോയിച്ചാനെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുവാൻ അവിടുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ഏർപ്പെട്ട് ചെയ്യുന്ന എല്ലാ ആത്മീയ ശുശ്രൂഷകളും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കണമേ. ഇന്ന് രാത്രി അവിടുത്തെ വചനം കേട്ട ഞങ്ങളെല്ലാവരും കർത്താവെ, കേട്ടതായ ചിന്തകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ കരുതിക്കൊള്ളുവാനും അത് പ്രായോഗികമാക്കുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് യൂട്യൂബിൽ ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തർക്കും അത് അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ താൽക്കാലികമായി പിരിയുന്നുവെങ്കിലും അവിടുത്തെ വരവിനെ കാത്തുകൊണ്ട് ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങയുടെ സന്നിധിയിൽ ജീവിക്കുവാൻ കൃപ തരണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അടിയങ്ങൾ വിനയമായി പ്രാർത്ഥിക്കുന്ന ദൈവമുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മളെല്ലാവരോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.